പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല രാത്രി കൂടെ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയിരിക്കുന്നല്ലോ. പകലിന്റെ മണിക്കൂറുകൾ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ ജയത്തോടെ നടത്തിയ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ലൈവിൽ നാം ഒരു പ്രഖ്യാപനം ചെയ്യാൻ പോകുകയാണ്. ആമേൻ. ഞാൻ ശാപത്തിലല്ല, ആമേൻ, ഞാൻ അനുഗ്രഹത്തിലാണ്. ആമേൻ. ഈ ഗാനം ഭയത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക്, ആമേൻ, ശാപ ചിന്തയിൽ നിന്ന് ജീവൻ ചിന്തയിലേക്ക്, ആമേൻ, നമ്മെ നയിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. പ്രാർത്ഥനയോടെ ഈ വരികൾ ശ്രവിച്ചാലും. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. ക്രൂശിന്റെ രക്തം മതി എനിക്കു, നിയമത്തിന്റെ ഭാരമൊക്കെ അവനെടുത്തു എന്നിൽ നിന്നും. ഇരുണ്ട വാക്കുകൾ വീണാലും അവ പ്രവർത്തിക്കയില്ല. ദൈവം അനുഗ്രഹിച്ച ജീവനെ ആരും ശപിക്കയില്ല. ജീവനെ ഞാൻ തിരഞ്ഞെടുക്കുന്നു, അപുബ്രഹം ഞാൻ സംസാരിക്കുന്നു. എൻ വീട്ടിൽ സമാധാനം, എൻ വായിൽ നന്ദി മാത്രം. ഭയമിനി ഭരിക്കയില്ല, വിശ്വാസം രാജാവാകും. ക്രിസ്തുവിൽ ഞാൻ ഉറച്ചു നിൽക്കും, അനുഗ്രഹത്തിൽ ഞാൻ ജീവിക്കും. ശാപഭയം എന്നിനില്ല, ക്രൂശിന്റെ രക്തം മതി എനിക്കു, നിയമത്തിന്റെ ഭാരമൊക്കെ അവനെടുത്തു എന്നിൽ നിന്നും. ഇരുണ്ട വാക്കുകൾ വീണാലും അവ പ്രവർത്തിക്കയില്ല. ദൈവം അനുഗ്രഹിച്ച ജീവനെ ആരും ശപിക്കയില്ല. ജീവനെ ഞാൻ തിരഞ്ഞെടുക്കുന്നു, അനുഗ്രഹം ഞാൻ സംസാരിക്കുന്നു. എൻ വീട്ടിൽ സമാധാനം, എൻ വായിൽ നന്ദി മാത്രം. ഭയമിനി ഭരിക്കയില്ല, വിശ്വാസം രാജാവാകും. ക്രിസ്തുവിൽ ഞാൻ ഉറച്ചു നിൽക്കും, അനുഗ്രഹത്തിൽ ഞാൻ ജീവിക്കും. ശാപഭയം എന്നിലിനിയില്ല, ക്രൂശിന്റെ രക്തം മതി എനിക്കു, നിയമത്തിന്റെ ഭാരമൊക്കെ അവനെടുത്തു എന്നിൽ നിന്ന്. ഇരുണ്ട വാക്കുകൾ വീണാലും അവ പ്രവർത്തിക്കയില്ല. ദൈവം അനുഗ്രഹിച്ച ജീവനെ ആരും ശപിക്കയില്ല. ജീവനെ ഞാൻ തിരഞ്ഞെടുക്കുന്നു, അനുഗ്രഹം ഞാൻ സംസാരിക്കുന്നു. എൻ വീട്ടിൽ സമാധാനം, എൻ വായിൽ നന്ദി മാത്രം. ഭയമിനി ഭരിക്കയില്ല, വിശ്വാസം രാജാവാകും. ക്രിസ്തുവിൽ ഞാൻ ഉറച്ചു നിൽക്കും, അനുഗ്രഹത്തിൽ ഞാൻ ജീവിക്കും. ആമേൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഹല്ലേലൂയ. ഇനി എൻ്റെ ജീവിതത്തിൽ ശാപം നിൽക്കുകയില്ല. ആമേൻ. ക്രിസ്തുവിൽ ഞാൻ ജീവിക്കും. ഹല്ലേലൂയ. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, പ്രിയ ആമേൻ മാതാക്കളെ, പിതാക്കളെ, കുഞ്ഞുങ്ങളെ, ഇന്ന് നമ്മൾ സാധാരണ ആമേൻ ഒരു സന്ദേശം കേൾക്കുവാൻ അല്ല ആമേൻ കൂടി വന്നിരിക്കുന്നത്, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനാണ്. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ഇവിടെ ആമേൻ ഇത് മനുഷ്യ വാക്കുകളുടെ ആമേൻ സമയം അല്ല. ആമേൻ ഇത് പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിന്റെ സമയം. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്നും പുറപ്പെടുന്ന ഓരോ വചനത്താലും ജീവിക്കും. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് ദൈവം നമ്മുടെ ജീവിതത്തിൽ ആമേൻ ബന്ധനങ്ങൾ പൊളിക്കും. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? ആമേൻ. തെറ്റായ ചിന്തകൾ ആമേൻ തിരുത്തപ്പെടും. ആമേൻ. ആത്മീയ ആമേൻ ദിശ ആമേൻ ആമേൻ തിരിക്കുവാൻ തക്കവണ്ണം ഇടയാകും.
അനുഗ്രഹത്തിന്റെ വാതിൽ തുറക്കുവാനിടയാകും. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? ആമേൻ. എത്ര പേർ ആമേൻ പറയും? ഇന്ന് രാത്രി എന്റെ ജീവിതത്തിൽ ദൈവം അത് ചെയ്യുമെന്ന്. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ കേൾക്കാൻ തയ്യാറാണോ? ഇന്ന് രാത്രി ഈ സന്ദേശം നിങ്ങൾ പ്രാർത്ഥനയോടെ കേൾക്കുന്നുവെങ്കിൽ ആമേൻ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുന്ന രാത്രിയായി മാറും. എല്ലാ കണ്ണുകളും അടച്ചാട്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് പകലിലും കാലുകല്ലിൽ തട്ടാതെ, കാലിനെ വീഴ്ചയിൽ നിന്ന്, കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ച വിധങ്ങളെ ഓർത്ത് ഇന്ന് രാത്രി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, ഈ സമയം അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, മാനസിക ബുദ്ധി മാറട്ടെ, ദൈവിക ജ്ഞാനം പ്രവർത്തിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാ ജീവിതങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. ഇന്ന് രാത്രി ശ്രദ്ധയോടെ ആമേൻ അങ്ങയെ പിൻപറ്റുവാൻ ഹല്ലേലൂയ ഇടയാകട്ടെ. ഭാരമുള്ള ഹൃദയങ്ങൾ ആമേൻ ഇന്ന് രാത്രി ദൈവവചനങ്ങൾ കേൾക്കുമ്പോൾ സമാധാനമുള്ള ഹൃദയങ്ങളായി മാറട്ടെ കർത്താവേ. ഇന്ന് രാത്രി അവിടുത്തെ ആത്മാവ് ഞങ്ങളോട് കൃത്യമായി ഇടപെടണം, സംസാരിക്കണം. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുവാൻ ഇടയാക്കണം കർത്താവേ. ഞങ്ങൾ കേൾക്കുവാൻ തയ്യാറാണ്, ഞങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറാണ്. ഇന്ന് രാത്രി അവിടുത്തെ വിടുതൽ, അവിടുത്തെ സമാധാനം, അവിടുത്തെ സന്തോഷം, ആ നിത്യതയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇന്ന് രാത്രി ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് നൽകി തരണമേ. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവരെയും അപ്പന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിപ്പാൻ അടിയനെ ശക്തീകരിക്കണം, ജനത്തെ അവിടുന്ന് ഒരുക്കണം. സകല മഹത്വവും മാനവും പുകഴ്ചയും അവിടുത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു കർത്താവിൻ നാമത്തിൽ താഴ്മ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടെ ഇരു കരങ്ങളും ചേർത്തടിച്ച് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനം ഇന്ന് രാത്രിയിലും ഈ പ്ലാറ്റ്ഫോമിലൂടെ ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കുവാൻ വിശ്വസ്തനെണ്ണി എന്നെയും കുടുംബത്തെയും നിർത്തിയിരിക്കുന്ന സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിക്കുന്നതോടൊപ്പം ഇരുന്നവനും ഇരിക്കുന്നവനും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുല്യനായ യേശു കർത്താവിന്റെ നാമത്തിൽ എല്ലാവർക്കും ക്രിസ്തീയ വന്ദനം അറിയിച്ചുകൊണ്ട് ഇന്ന് രാത്രി വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ എവിടെയുമാകട്ടെ, ഏത് സാഹചര്യത്തിലുമാകട്ടെ, ആമേൻ, ഹല്ലേലൂയ. വചന ശുശ്രൂഷ എന്നത് ഒരു പ്രസംഗമല്ല, ആമേൻ, അത് ദൈവം മനുഷ്യനോട് സംസാരിക്കുന്ന നിമിഷമാണ്. ഹല്ലേലൂയ. ആമേൻ. പുതിയ നിയമത്തിൽ എബ്രായ ലേഖനം ആമേൻ നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. ആമേൻ. ദൈവത്തിന്റെ വചനം ആമേൻ ജീവനുള്ളതും ശക്തിയുള്ളതുമാകുന്നു. ഹല്ലേലൂയ. ആമേൻ. അത് വെറും ആശ്വാസമല്ല, അത് വെറും അറിവല്ല, അത് ജീവനെ മാറ്റുന്ന ശക്തിയാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് വചനം ആമേൻ നമ്മുടെ ചിന്തകളെ പരിശോധിക്കും, നമ്മുടെ വാക്കുകളെ തിരുത്തും, നമ്മുടെ ആത്മീയ നിലപാടിനെ ആമേൻ വെളിപ്പെടുത്തും. അതുകൊണ്ട് നമ്മൾ ഒരു തുറന്ന ഹൃദയത്തോടെ ആമേൻ, ഒരു വിനയമുള്ള മനസ്സോടെ, ഒരു പ്രതീക്ഷയോടെ ഇന്ന് രാത്രി വചനത്തിൽ മുമ്പിൽ ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ജീവിതങ്ങളോട്, ഹൃദയങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടും, സംസാരിക്കും. ഹല്ലേലൂയ. അത് എത്ര പേർ കേൾക്കുവാൻ തയ്യാറാകും? എത്ര പേർ അതിനോട് പ്രതികരിക്കുവാൻ തയ്യാറാകും? ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ കണ്ണുകളുടെ മുമ്പിൽ ദൈവത്തിന്റെ മഹത്വം കാണുവാൻ ഇടയാകത്തക്ക വിധത്തിൽ വചനത്തിന്റെ ആ ശക്തിയെ വെളിപ്പെടുത്തുവാൻ ദൈവം മതിയായവനാണ്. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ആമേൻ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ, ഹല്ലേലൂയ. അതേ ശാപം, ആമേൻ, ഹല്ലേലൂയ. ഈ ഒരു വിഷയം ആമേൻ അതേ വലിയ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവാണ്.
Praise the Lord. Hallelujah. ഇന്ന് രാത്രി ആമേൻ രണ്ടാം ഭാഗം എന്നതുപോലെ ഇന്ന് രാത്രി ആമേൻ ശാപത്തെ കുറിച്ച് ആമേൻ ചിന്തിപ്പാനായി ധ്യാനിപ്പാനായി നാം പോകുകയാണ്. ഹല്ലേലൂയ. വചനത്തിന്റെ വെളിച്ചത്തിൽ ആമേൻ ഹല്ലേലൂയ ശാപം ആമേൻ സങ്കീർത്തന പുസ്തകം 109 ആമേൻ സങ്കീർത്തനം ആമേൻ 17 വാക്യമാണ് ആമേൻ ഈ ചിന്തയ്ക്ക് ആമേൻ ആധാരമായി വായിപ്പാൻ ആമേൻ കർത്താവ് നൽകിയിരിക്കുന്നത്. ആമേൻ ഇന്നും ആമേൻ ജീവിതത്തിൽ ആമേൻ കഷ്ടങ്ങളും നഷ്ടങ്ങളും ആമേൻ പ്രതിസന്ധികളും ആമേൻ അതെ അഭിമുഖീകരിക്കുന്ന പലരും പറയുന്നു ആമേൻ അതെ ശാപത്തിന്റെ കീഴിലാണ്. ആമേൻ ആരോ പറഞ്ഞു നിങ്ങൾ ഇപ്പോഴും അതെ ശാപത്തിന്റെ കീഴിലാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി അതിനെ പൊട്ടിച്ച് ആമേൻ സ്വതന്ത്രത്തോടെ സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ ആമേൻ ഒരു ഭക്തനെ ആമേൻ ബലപ്പെടുത്തുന്ന ദൈവവചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി ഇന്ന് രാത്രി ചില ജീവിതങ്ങളിൽ വെളിപ്പെടുവാൻ പോകുകയാണ്. വായിച്ചാട്ട്. ശാപം അവന് പ്രിയമായിരുന്നു, ശാപം അവന് പ്രിയമായിരുന്നു, അത് അവന് ഭവിച്ചു. അനുഗ്രഹം അവന് അപ്രിയമായിരുന്നു, അനുഗ്രഹം അവന് അപ്രിയമായിരുന്നു, അത് അവന് വിട്ടകന്നു പോയി. അത് അവനെ വിട്ട് അകന്ന് പോയി. വസ്ത്രം പോലെ ശാപം ധരിച്ചു, അവൻ വസ്ത്രം പോലെ ശാപം ധരിച്ചു. അത് വെള്ളം പോലെ അവന്റെ ഉള്ളിലും, അത് വെള്ളം പോലെ അവന്റെ ഉള്ളിലും, അവന്റെ ഉള്ളിലും, എണ്ണ പോലെ അവന്റെ അസ്ഥികളിലും ചെന്നു, എണ്ണ പോലെ അവന്റെ അസ്ഥികളിലും ചെന്നു, അസ്ഥികളിലും ചെന്നു. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ആമേൻ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ശാപം എവിടെയൊക്കെ അതിന്റെ സ്വാധീനം ആമേൻ ചെലുത്തും, ആമേൻ എവിടെയൊക്കെ അതിന്റെ പ്രവർത്തികൾ അലകൾ ഉണ്ടാകും. ഒന്നും കൂടെ വായിച്ച് ശബ്ദം ഉയർത്തി. ശാപം അവന് പ്രിയമായിരുന്നു, ശാപം അവന് പ്രിയമായിരുന്നു, അത് അവന് ഭവിച്ചു. അനുഗ്രഹം അവന് അപ്രിയമായിരുന്നു, അനുഗ്രഹം അവന് അപ്രിയമായിരുന്നു, അത് അവന് വിട്ടകന്നു പോയി. അത് അവനെ വിട്ട് അകന്നുപോയി. എന്താ വിട്ടകന്നു പോയത്? അനുഗ്രഹം. അനുഗ്രഹം അവന് അപ്രിയമായിരുന്നു, അത് അവനെ വിട്ട് അകന്നു പോയി. ആമേൻ. ഹല്ലേലൂയ. അനുഗ്രഹം നിന്നെ വിട്ട് അകന്നു പോകാതിരിക്കണമെങ്കിൽ, ഹല്ലേലൂയ, ശാപം ആമേൻ നിന്നെ തകർക്കാതിരിക്കണമെങ്കിൽ, ആമേൻ വായിച്ചാട്ട്. അവൻ വസ്ത്രം പോലെ ശാപം ധരിച്ചു, അത് വെള്ളം പോലെ അവന്റെ ഉള്ളിലും, എണ്ണ പോലെ അവന്റെ അസ്ഥികളിലും ചെന്നു, ഹല്ലേലൂയ. 109 സങ്കീർത്തനം ആമേൻ നാം അതിന്റെ ശീർഷകം ഒന്ന് നോക്കിയാൽ ആമേൻ അവിടെ നമുക്ക് കാണുവാൻ കഴിയും ആമേൻ ദൈവത്തിന്റെ ഹൃദയപ്രകാരം ദൈവം തെരഞ്ഞെടുത്ത അനുഗ്രഹിതനായ ആമേൻ ഒരു ദൈവ മനുഷ്യനാൽ രചിക്കപ്പെട്ട ആമേൻ ഒരു സങ്കീർത്തനം മാത്രമല്ല, ആമേൻ അത് ദാവീദിന്റെ ഒരു പ്രാർത്ഥനയാണ്. ആമേൻ. ഇത് വ്യക്തിപരമായ ആമേൻ പ്രതികാരത്തിന്റെ പ്രാർത്ഥനയല്ല. ആമേൻ. അതെ, അന്യായമായി പെരുമാറുന്ന ദുഷ്ടന്മാരുടെ ആത്മീയ അവസ്ഥയെ ആമേൻ കുറിച്ചുള്ള ആമേൻ വിവരണം കൂടെയാണ് നമുക്ക് ആ പ്രാർത്ഥനയിൽ ആമേൻ അതെ കാണുവാൻ കഴിയുന്നത്. ആമേൻ ഇവിടെ ആമേൻ ഒരു ഗൗരവമേറിയ ആത്മീയ സത്യം കാണുന്നു. ഹല്ലേലൂയ. മനുഷ്യൻ ആമേൻ സ്നേഹിക്കുന്നത് തന്നെയാണ് അവന്റെ ജീവിതത്തിൽ സ്ഥിരപ്പെടുന്നത്. ആമേൻ. ഹല്ലേലൂയ. അതെ, നാം വായിച്ചു കേട്ടത് ഇങ്ങനെയാണ്. ആമേൻ ശാപം അവന് ആമേൻ പ്രിയമായിരുന്നു. Praise the Lord. Hallelujah. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആമേൻ അവൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് എന്താ? ഹല്ലേലൂയ. ഇവിടെ ദാവീദ് ആമേൻ തന്റെ പ്രാർത്ഥനാ റൂമിനകത്ത് ആമേൻ താൻ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ആമേൻ ഉരുവിട്ട ആമേൻ ഒരു വചനമാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ആമേൻ ശാപം അവന് പ്രിയമായിരുന്നു. ഹല്ലേലൂയ. അവൻ ദോഷം ആഗ്രഹിച്ചു, ആമേൻ ദോഷം പ്രസ്താവിച്ചു, ദോഷത്തിൽ സന്തോഷിച്ചു, അത് അവന് ഭവിച്ചു.
ആമേൻ. ഹല്ലേലൂയ. ആമേൻ. വളരെ ശ്രദ്ധിക്കണം. ആമേൻ. ഇത് ദൈവം അന്യായമായി ശപിച്ചതല്ല. ആമേൻ. അവൻ തിരഞ്ഞെടുത്ത വഴിയുടെ ഫലമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവം ആരെയും ശപിക്കുന്നവനല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവം അന്യായമായി ആരെയും ശപിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്നാൽ സ്വാതന്ത്ര്യം കൊടുത്ത മനുഷ്യൻ, ആമേൻ, അവൻ തിരഞ്ഞെടുത്ത വഴി, ഹല്ലേലൂയ, അതിന്റെ ഫലമാണ് എന്ത്? ശാപം. ഹല്ലേലൂയ. ആമേൻ. ഹൃദയത്തിന്റെ ദിശ, ആമേൻ. ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, ഹല്ലേലൂയ, ശാപം ആദ്യം വായിലല്ല, ആമേൻ, പിന്നെ എവിടെയാ? ശാപം ആദ്യം ഹൃദയത്തിലാണ്. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 34-ാം വാക്യം ഒന്ന് വായിക്കാം. ആമേൻ. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ, ആമേൻ, തന്നെ അനുഗമിച്ച, ആമേൻ, ഏവരോടുമായി അഥവാ ശിഷ്യന്മാരോടായി പറഞ്ഞത്, സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിപ്പാൻ എങ്ങനെ കഴിയും? ഹൃദയം നിറഞ്ഞ് കവിയുന്നതിൽ നിന്നല്ലോ വായ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഇന്നേ കാലത്താണ് അങ്ങനെ ഒരു അഭിസംബോധന ചെയ്യുന്നതെങ്കിൽ എങ്ങനെ പ്രതികരിക്കും? ആമേൻ. അന്നേ കാലത്ത് തന്നെ അനുഗമിക്കുന്നവർ ചുറ്റും നിൽക്കുമ്പോൾ, ആമേൻ, സംബോധന എങ്ങനെയായിരുന്നു? സർപ്പസന്തതികളെ, സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിപ്പാൻ എങ്ങനെ കഴിയും? ഹൃദയം നിറഞ്ഞ് കവിയുന്നതിൽ നിന്നല്ലോ വായ് സംസാരിക്കുന്നത്. ആമേൻ. ഹൃദയം നിറഞ്ഞതിൽ നിന്ന് വായ് സംസാരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോ ഹൃദയത്തിനകത്ത്, ആമേൻ, ദോഷം നിറഞ്ഞാൽ, ആമേൻ, നാവ് ശാപം പറയും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന നിന്റെ ഹൃദയത്തിനകത്ത് നിറഞ്ഞിരിക്കുന്നത് എന്താ? ആമേൻ. ഹൃദയം നിറഞ്ഞതിൽ നിന്ന് വായ് സംസാരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഹൃദയം ദോഷം നിറഞ്ഞാൽ നാവ് ശാപം പറയും. ആമേൻ. ഹൃദയത്തിനകത്ത്, ആമേൻ, അനുഗ്രഹം നിറഞ്ഞാൽ, ആമേൻ, ഹല്ലേലൂയ, അതേ, നാവ് അനുഗ്രഹം പറയും. ആമേൻ. നിന്റെ ഹൃദയത്തിനകത്ത് ദൈവത്തിന്റെ വചനം നിറഞ്ഞാൽ, ഹല്ലേലൂയ, നിന്റെ നാവ് വചനം പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഹൃദയത്തിനകത്ത് അനുഗ്രഹം നിറഞ്ഞാൽ നാവ് അനുഗ്രഹം പറയും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ശാപം ഒരു വാക്ക് മാത്രമല്ല, ശാപം ഒരു മനോഭാവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ നാവിന് എന്തുണ്ട്? അധികാരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെട്ടവനാണോ? സ്നാനപ്പെട്ടവനാണോ? ആമേൻ. ദൈവസഭയുടെ അംഗമാണോ? ആമേൻ. ശുശ്രൂഷകനാണോ? അഭിഷക്തനാണോ? അപ്പോസ്തലനാണോ? ഹല്ലേലൂയ. നാവിന് എന്തുണ്ട്? അധികാരമുണ്ട്. അതുകൊണ്ട് ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ എഴുതിയ സദൃശ്യവാക്യം 18-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യത്തിൽ, ആമേൻ, ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ജീവനും മരണവും നാവിന്റെ അധികാരത്തിലാണെന്ന്. വായിച്ചേ. മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു. മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു. അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി, ആമേൻ, ഏത് ഫലമാ അനുഭവിക്കുന്നത്? ആമേൻ. ജീവനും മരണവും നാവിന്റെ അധികാരത്തിലാണ്. ആമേൻ. ഇത്, ആമേൻ, അതിശോക്തിയല്ല, ഇത് ആത്മീയ യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ. നാവ് പണിയും, നാവ് തകർക്കും, നാവ് ബന്ധിപ്പിക്കും, നാവ് മോചിപ്പിക്കും. ഹല്ലേലൂയ.
ആമേൻ. നിന്റെ നാവ് നിനക്ക് ആമേൻ കെണിയാകരുത്. ഹല്ലേലൂയ. നാവിന് അധികാരമുണ്ട് കേട്ടോ. ആമേൻ. ഈ നാവ് കൊണ്ട് പണിയുമെന്ന്, ഈ നാവ് കൊണ്ട് തകർക്കുമെന്ന്, ഈ നാവ് കൊണ്ട് ബന്ധിപ്പിക്കുമെന്ന്, ഈ നാവ് കൊണ്ട് മോചിപ്പിക്കുമെന്ന്. ഹല്ലേലൂയ. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നസ്രനായ യേശുവിന്റെ നാമത്തിൽ നൽകുന്നു എന്ന് പറഞ്ഞ് ആ നാവിലൂടെ വന്ന ആ വചനത്തിന്റെ മുമ്പിൽ ആമേൻ മുടന്തൻ എഴുന്നേറ്റ് തുള്ളി ചാടുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ആമേൻ ആ നാവിലൂടെ പുറപ്പെട്ട ആ വചനം ജീവനായി വെളിപ്പെട്ടെന്ന് ഇന്ന് രാത്രി അധരങ്ങൾക്ക് അധികാരമുണ്ട്. ആമേൻ. അതെ, ജീവനും മരണവും നിന്റെ അധികാരത്തിൽ. ഇത് അതിശക്തിയല്ല കേട്ടോ. ആമേൻ. ഇത് അധികാരത്തിൽ ഹല്ലേലൂയ വെളിപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ആമേൻ. ഇത് ആത്മീയ യാഥാർത്ഥ്യമാ. നാവ് പണിയുമെന്ന് ഇന്ന് രാത്രി ശൂന്യതകളെ ആമേൻ പണിയുവാൻ, നിറയ്ക്കുവാൻ അധികാരമുള്ളവന്റെ അധികാരം നിന്റെ മേലുണ്ടെങ്കിൽ ആമേൻ ആ അധികാരത്തെ തിരിച്ചറിയുന്നവർ ശൂന്യതകളെ നോക്കി ആമേൻ കൽപ്പിക്കുക. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ അധികാരമുള്ള വചനത്തിന്റെ ശക്തി ആമേൻ ചിലതിനെ സൃഷ്ടിക്കുവാൻ ഇടയാകും. ഹല്ലേലൂയ. അതുപോലെ തന്നെ നാവിന് അധികാരമുണ്ട്, ചിലതിനെ നശിപ്പിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ ആമേൻ ദൈവസഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ അതിന്റെ 3-ാം അധ്യായം 6-ാം വാക്യത്തിലൂടെ ദൈവജനത്തോടായി ഇങ്ങനെ പറഞ്ഞത് വായിച്ചേ. ആമേൻ. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 6-ാം വാക്യം. നാവ് ഒരു തീ തന്നെ, നാവ് ഒരു തീ തന്നെ, അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ, അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ, അവയവങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോപമായി ദേഹത്തെ മുഴുവനും മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. മൃഗം, പക്ഷി, ഇഴജാതി, ജലജന്തു ഈ വകയെല്ലാം മനുഷ്യജാതിയോട് മെരുങ്ങുന്നു, മെരുങ്ങിയുമിരിക്കുന്നു. നാവിനെയോ മനുഷ്യർക്കാർക്കും മെരുക്കുവാനാവതല്ല. അത് അടങ്ങാത്ത ദോഷം, അത് മരണകരമായ വിഷം നിറഞ്ഞത്. അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ സദൃശ്യത്തിൽ. അപ്പോ യാക്കോബ് 3:6 ദൈവസഭയ്ക്ക് ആമേൻ പരിശുദ്ധാത്മാവ് ആമേൻ ദൂത് കൈമാറിയപ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: നാവ് അഗ്നിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ചെറിയ തീ വലിയ കാടിനെ എന്ത് ചെയ്യും? നശിപ്പിക്കുമെന്ന്. ഹല്ലേലൂയ. അപ്പൊ അഗ്നി എന്ന് പറയുന്നു. ഹല്ലേലൂയ. ചെറിയ അവയവം, പക്ഷെ വലിയ പ്രഭാവം. അല്ലേ? ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, സങ്കീർത്തനം 109:17 ഹല്ലേലൂയ ഒരു ആത്മീയ നിയമം ആമേൻ വെളിപ്പെടുത്തുകയാണ്. എന്താ? ആമേൻ. അനുഗ്രഹം നിരസിച്ചവൻ. ഹല്ലേലൂയ. സ്തോത്രം. അനുഗ്രഹം നിരസിച്ചവൻ. ഹല്ലേലൂയ. ശാപം സ്നേഹിച്ചവൻ. അല്ലേ? ശാപം സ്നേഹിച്ചവൻ ശാപം എന്ത് ചെയ്തു? അനുഭവിച്ചു. അങ്ങനല്ലേ ആ വാക്യം ഒന്ന് വായിച്ചേ. ശാപം അവന് പ്രിയമായിരുന്നു, ശാപം അവന് പ്രിയമായിരുന്നുവെന്ന് അതവന് ഭവിച്ചെന്ന്. നോക്കിക്കേ. ഹല്ലേലൂയ. ശാപം സ്നേഹിച്ചവൻ ശാപം അനുഭവിച്ചു. ആമേൻ. അടുത്തത്, അനുഗ്രഹം അവന് അപ്രിയമായിരുന്നു, അനുഗ്രഹം അവൻ അപ്രിയമായിരുന്നു എന്ന് വെച്ചാൽ ആമേൻ അനുഗ്രഹം നിരസിച്ചവനാണ്. ആമേൻ. അനുഗ്രഹം വിട്ടുപോയത്. ആമേൻ. അനുഗ്രഹം നിരസിച്ചവന് അനുഗ്രഹം എന്ത് ചെയ്തു? വിട്ടുപോയി. ഹല്ലേലൂയ. ആമേൻ. ഇത് ആമേൻ വിത്ത് വിളയുടെ ആമേൻ ഒരു സിദ്ധാന്തത്തോട് ആമേൻ ഉപമിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 7-ാം
വാക്യത്തിൽ ആമേൻ അതേ പരിശുദ്ധാത്മാവ് ഈ വിഷയത്തെ തൊട്ട് ദൈവസഭയോട് ആമേൻ ഇടപെടുകയാണ്. ഗലാത്യർ 6:7. ആമേൻ മനുഷ്യൻ വിതച്ചത് തന്നെ കൊയ്യുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ആമേൻ നീ ശാപമാണ് വിതയ്ക്കുന്നതെങ്കിൽ നീ ശാപം കൊയ്യും. ആമേൻ നീ ദോഷമാണ് വിതയ്ക്കുന്നതെങ്കിൽ നീ ദോഷം കൊയ്യും. നീ നന്മയാണ് വിതയ്ക്കുന്നതെങ്കിൽ നീ നന്മ കൊയ്യും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ഗലാത്യ സഭയ്ക്ക് മാത്രമല്ല ക്രിസ്തുവിന്റെ സഭയിലായിരിക്കുന്ന ഏവരോടുമായി ദൈവത്തിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്. വായിച്ചാട്ടെ. വഞ്ചനപ്പെടാതിരിപ്പീൻ. ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഹല്ലേലൂയ. ഇത് വഞ്ചനയുടെ കാലമാണ്. ഹല്ലേലൂയ. ആമേൻ. ഇത് വല്ലാത്തൊരു കാലമാണ്. അല്ലേ? ആമേൻ. യേശു കർത്താവ് 40 ദിവസം ഉപവസിച്ച് ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തിയപ്പോ പരീക്ഷകൻ വന്നത് വചനം കൊണ്ട്. ആമേൻ. ഇതുപോലെയാണ് ഇക്കാലത്ത് വചനവും എടുത്തോണ്ട് ആമേൻ വരും. എന്തിനാണെന്നറിയോ? നിന്നെ നന്നാക്കാനല്ല, ആമേൻ നിന്നെ കുടുക്കാനാണ്. ആമേൻ. വചനവും കൊണ്ട് വന്ന് കുടുക്കാൻ നോക്കിയവനെ വചനം കൊണ്ട് ഓടിച്ചെന്ന്. ആമേൻ. ഇന്ന് രാത്രി ആമേൻ ഗലാത്യ ലേഖനം 6-7 വാക്യത്തിൽ വായിക്കുന്നത് വഞ്ചനപ്പെടാതിരിപ്പീൻ. ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ആമേൻ. മനുഷ്യൻ വിതച്ചത് തന്നെ കൊയ്യും. ആമേൻ. നാം വിതയ്ക്കുന്നത് ഹല്ലേലൂയ അതെ എന്താ? വാക്കുകൾ. ഹല്ലേലൂയ. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിക്കണം കേട്ടോ. ആമേൻ. തൊടുത്തു വിടുമ്പോ പറഞ്ഞു വിടുമ്പോ നീ സൂക്ഷിച്ചോണം. നീ എന്താ പറയുന്നത്? നിന്റെ വീടിനെ നോക്കി നീ എന്താ പറയുന്നത്? നിന്റെ ജീവിതത്തെ നോക്കി നീ എന്താ പറയുന്നത്? നിന്റെ ഭാവിയെ നോക്കി നീ എന്താ പറയുന്നത്? നിന്റെ തലമുറയെ നോക്കി നീ എന്താ പറയുന്നത്? നിന്റെ ജീവിത പങ്കാളിയെ നോക്കി അല്ല നിന്റെ ഭാര്യയെ നോക്കി നീ എന്താ പറയുന്നത്? നിന്റെ ഭർത്താവിനെ നോക്കി നീ എന്താ പറയുന്നത്? ഹല്ലേലൂയ. വിതച്ചത് തന്നെ കൊയ്യും. ഹല്ലേലൂയ. അപ്പൊ നാം വിതയ്ക്കുന്നത് ഒന്ന് വാക്കുകളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2 ചിന്തകളാണ്. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിൽ നീ എന്ത് ചിന്തിച്ചു കൂട്ടുന്നുവോ അത് തന്നെ നീ കൊയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നിന്റെ മനോഭാവങ്ങൾ. ഹല്ലേലൂയ. ആമേൻ. നീ എന്താ മനസ്സിനകത്ത് ചിന്തിച്ച് കൂട്ടുന്നത്? ഹല്ലേലൂയ. ആമേൻ. മനസ്സിനകത്ത് സ്റ്റോർ ചെയ്യുന്നത് എന്താ? നിറയ്ക്കുന്നത് എന്താ? ഹല്ലേലൂയ. നിന്റെ വാക്കുകൾ നീ സൂക്ഷിക്കണം. നിന്റെ ചിന്തകൾ നീ സൂക്ഷിക്കണം. നിന്റെ മനോഭാവങ്ങൾ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നിന്റെ പ്രിയപ്പെട്ടവരോടുള്ള മനോഭാവം എന്താ? ആമേൻ. നിന്റെ ഭാര്യയോടുള്ള മനോഭാവം എന്താ? നിന്റെ ഭർത്താവിനോടുള്ള മനോഭാവം എന്താ? ആമേൻ. അതെ ക്രിസ്തുവിനോടുള്ള മനോഭാവം എന്താ? ലോകത്തോടുള്ള മനോഭാവം എന്താ? ഹല്ലേലൂയ. നിന്റെ ജോലിയോടുള്ള മനോഭാവം എന്താ? ഹല്ലേലൂയ. ഇതൊക്കെ പിന്നീട് ഫലമായിട്ട് എന്ത് ചെയ്യും? മടങ്ങി വരുമെന്ന്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ഒരു ആത്മപരിശോധനയ്ക്ക് ആമേൻ ആരും തയ്യാറാകും. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി സ്വയം ചോദിക്കേണ്ട ചില ചോദ്യങ്ങൾ. ഹല്ലേലൂയ. ആമേൻ. ഞാൻ മറ്റുള്ളവരെ കുറിച്ച് എന്താണ് സംസാരിക്കുന്നത്? ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ ലൈവിൽ പങ്കാളികളായിരിക്കുന്നവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമേൻ അതെ ആവശ്യപ്പെടുന്നത് സ്വയം ആമേൻ ഒരു ആത്മപരിശോധന ആമേൻ നടത്തുക ആണ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ട ആമേൻ ഒരു ചോദ്യം. ഹല്ലേലൂയ. ഞാൻ മറ്റുള്ളവരെ കുറിച്ച് എന്താണ് സംസാരിക്കുന്നത്? ആമേൻ. ഭർത്താവിനെ കുറിച്ച് എന്താ സംസാരിക്കുന്നത്? ഭാര്യയെ കുറിച്ച് സംസാരിക്കുന്നത് എന്താ? ഹല്ലേലൂയ. മക്കളെ കുറിച്ച് സംസാരിക്കുന്നത് എന്താ? ആമേൻ. നിന്റെ ബോസിനെ കുറിച്ച്, ആമേൻ നിന്റെ ആമേൻ താഴെയുള്ളവരെ കുറിച്ച് ഹല്ലേലൂയ നീ എന്താ സംസാരിക്കുന്നത്? ഹല്ലേലൂയ. രാത്രി ആമേൻ വീട്ടിൽ സംസാരിക്കുന്നത് അനുഗ്രഹത്തിന്റെ വാക്കുകളാണോ? ആമേൻ. ഞാൻ എപ്പോഴും ആമേൻ പരാതിപ്പെടുന്ന വ്യക്തിയാണോ? ആമേൻ. ഭർത്താവ് വിളിച്ച ഭർത്താവിനോട് പരാതി. ആമേൻ. ഭാര്യ വിളിച്ച ഭാര്യയോട് പരാതി. ആമേൻ. മക്കൾ വിളിച്ചാൽ മക്കളോട് പരാതി. ആമേൻ. ആരെ കണ്ടാലും പരാതി പറയുന്ന ഒരു മനോഭാവമാണോ? നിന്റെ വാക്ക് അപ്രകാരമാണോ? നിന്റെ ചിന്ത അപ്രകാരമാണോ? ഹല്ലേലൂയ.
സ്തോത്രം. നീ വിതയ്ക്കുന്നതാണ് ഹല്ലേലൂയ കൊയ്യുന്നത്. അല്ല ആമേൻ. എല്ലാത്തിനും സ്തോത്രം പറയുന്ന വാക്കാണോ, ചിന്തയാണോ, മനോഭാവമാണോ, ആറ്റിറ്റ്യൂഡാണോ നിനക്കുള്ളത്? നന്ദി അപ്പാ, നന്ദി, നന്ദി. സ്തോത്രമപ്പ, സ്തോത്രം. എല്ലാത്തിനും സ്തോത്രം പറയുന്ന ഒരു ശീലമാണോ നിനക്കുള്ളത്? നാവിന് അധികാരമുണ്ട് കേട്ടോ. ജീവനും മരണവും നാവിന്റെ അധികാരത്തില്. ആമേൻ. ഇന്ന് രാത്രി ആമേൻ എല്ലാത്തിനും സ്തോത്രം ചെയ്യുന്ന കുടുംബത്തെ നോക്കി, ജീവിതത്തിന്റെ സമസ്ത മേഖലകളെ നോക്കി സ്തോത്രം പറയുന്ന ഒരു ശീലമാണോ നിനക്കുള്ളത്? എന്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. നിന്റെ വാക്കുകൾ വിശ്വാസത്തിന്റെ വാക്കുകളാണോ? ഹല്ലേലൂയ. ആമേൻ. നിന്റെ വാക്കുകൾ കേൾക്കുന്നവർക്ക് ആമേൻ പോസിറ്റീവ് എനർജി ആമേൻ ഉണ്ടാകുമോ? ഹല്ലേലൂയ. കൃപയോട് കൂടിയ വാക്കുകളാണോ? ഹല്ലേലൂയ. ആമേൻ. നന്ദിയുള്ളവരാണോ ഇന്ന് രാത്രി? ആമേൻ. നന്ദിയുള്ളവരാണോ? ഹല്ലേലൂയ. ജീവനോട് ഇരിക്കുവാൻ ആയുസ്സും ആരോഗ്യവും ബലവും നൽകിയ കർത്താവിന് നന്ദി പറയുന്നവരാണോ? നിന്റെ കുഞ്ഞിനെ നോക്കി ദൈവത്തിന് നന്ദി പറയുമോ? നിന്റെ ജീവിത പങ്കാളിയെ നോക്കി ദൈവത്തിന് നന്ദി പറയുമോ? നിന്റെ ജോലി സാഹചര്യങ്ങളെ നോക്കി നന്ദി പറയുമോ? നിന്റെ ജീവിതത്തെ നീ ഒന്ന് തിരിഞ്ഞു നോക്കി ദൈവത്തിന് നന്ദി പറയുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. അതോ പരാതി ആമേൻ പിറുപിറുക്കുന്ന അനുഭവമാണ്? എഫെസ്യ ലേഖനം 4-ാം അധ്യായം 29-ാം വാക്യം ദൈവസഭയ്ക്ക് പരിശുദ്ധാത്മാവ് കൊടുത്തത് ഇപ്രകാരമാണ്. വായിച്ചാട്ട വേഗത്തിൽ. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 9-ാം വാക്യം. ഹല്ലേലൂയ. ശരദപപശംതരേ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരികയും. എഫെസ്യർ 4:29. ഹല്ലേലൂയ. നന്ദി കർത്താവേ. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന്, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി, ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി, ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ, നല്ല വാക്കല്ലാതെ ആകാത്ത ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവസഭയുടെ അംഗങ്ങളായിരിക്കുന്നവരെ പരിശുദ്ധാത്മാവ് സ്കാൻ ചെയ്തപ്പോ ആമേൻ അവരുടെ ജീവിതത്തിൽ ആമേൻ ചില ക്രമക്കേടുകൾ കണ്ടപ്പോ ആ ക്രമക്കേടുകളെ തിരുത്തുവാൻ, ആ ക്രമക്കേടുകളെ ക്ലിയർ ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് കൊടുത്ത ദൂത ഒരിക്കൽ കൂടെ വായിച്ചേ. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന്, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന്. ആമേൻ. നിന്റെ ഭാര്യയാണ് കേൾക്കുന്നതെങ്കിൽ, നിന്റെ ഭർത്താവാ കേൾക്കുന്നതെങ്കിൽ, നിന്റെ അപ്പനാ കേൾക്കുന്നതെങ്കിൽ, നിന്റെ അമ്മയാ കേൾക്കുന്നതെങ്കിൽ, നിന്റെ മക്കളാ കേൾക്കുന്നതെങ്കിൽ, നിന്റെ അയൽപക്കക്കാരാ കേൾക്കുന്നതെങ്കിൽ, ആമേൻ ആരുമാകട്ടെ കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന്, കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി, ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ, നല്ല വാക്കല്ലാതെ ആകാത്ത ഒന്നും നിങ്ങളുടെ വായിൽ നിന്നും പുറപ്പെടരുത്. നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ഹല്ലേലൂയ. ആമേൻ. നന്മയുള്ള വാക്ക് മാത്രം വായിൽ നിന്നും പുറപ്പെടട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ഈ ലൈവിൽ പങ്കാളിത്തം വഹിക്കുന്ന സഭയോട് ഞാൻ പറയാം, ആമേൻ, ജീവിതങ്ങളോട് പറയാം, ആമേൻ, ഇന്ന് രാത്രി ഹല്ലേലൂയ, ആമേൻ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ എത്ര പേര് ആമേൻ തീരുമാനമെടുക്കും, ഞാൻ ഇന്നു മുതൽ ശാപവാക്കുകൾ ഉപേക്ഷിക്കുന്നുവെന്ന്? ഹല്ലേലൂയ. എത്രയോ പ്രാവശ്യം ആമേൻ ശാപവാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ആമേൻ. ഇന്ന് രാത്രി ആമേൻ ഞാൻ തീരുമാനിക്കുന്നു, ഇനി ഞാൻ ശാപവാക്കുകൾ ഉപയോഗിക്കത്തില്ല. ഹല്ലേലൂയ. ഞാൻ ഉപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ അനുഗ്രഹത്തിന്റെ വാക്കുകൾ തിരഞ്ഞെടുക്കുന്നു. ഹല്ലേലൂയ. എന്റെ നാവ് ജീവൻ സംസാരിക്കും. ഹല്ലേലൂയ. എന്റെ വീട് ആമേൻ അനുഗ്രഹത്തിന്റെ സ്ഥലമായിരിക്കും. ഹല്ലേലൂയ. സങ്കീർത്തനം 109:17. ഹല്ലേലൂയ.
ഹല്ലേലൂയ, നമുക്കൊരു മുന്നറിയിപ്പ് നൽകുന്നു. ഹല്ലേലൂയ. എന്താ മുന്നറിയിപ്പ്? ആമേൻ. ശാപം സ്നേഹിക്കരുത്, അനുഗ്രഹം തിരഞ്ഞെടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ ഇന്ന് രാത്രി ആമേൻ ഈ കൂട്ടായ്മയ്ക്കകത്ത് പങ്കാളികളായിരിക്കുന്നവരോട് ഞാനൊരു കാര്യം പറയാം. നിന്റെ വീട്ടിനകത്ത് നീ സംസാരിക്കുന്നത് എന്താ? നിന്റെ ജീവിത പങ്കാളിയോട് നീ പറയുന്നത് എന്താ? ആമേൻ. നിന്റെ മക്കളോട് നീ പറയുന്നത് എന്താ? നീ നിന്നോട് തന്നെ പറയുന്നത് എന്താ? നീ നിന്റെ ജോലിയെ നോക്കി പറയുന്നത് എന്താ? നീ നിന്റെ ശുശ്രൂഷയെ നോക്കി പറയുന്നത് എന്താ? നീ നിന്റെ സഭയെ നോക്കി പറയുന്നത് എന്താ? ഹല്ലേലൂയ. ആമേൻ. വായിച്ചാട്ട് സങ്കീർത്തനം 109:17. ശാപം അവന് പ്രിയമായിരുന്നു, ശാപം അവന് പ്രിയമായിരുന്നു, അതവന് ഭവിച്ചു. അനുഗ്രഹം അവന് അപ്രിയമായിരുന്നു, അനുഗ്രഹം അവന് അപ്രിയമായിരുന്നു, അതവനെ വിട്ടകന്നുപോയി. അവൻ വസ്ത്രം പോലെ ശാപം ധരിച്ചു, അവൻ വസ്ത്രം പോലെ ശാപം ധരിച്ചു. അത് വെള്ളം പോലെ അവന്റെ ഉള്ളിലും, അത് വെള്ളം പോലെ അവന്റെ ഉള്ളിലും, എണ്ണ പോലെ അവന്റെ അസ്ഥികളിലും ചെന്നു, എണ്ണ പോലെ അവന്റെ അസ്ഥികളിലും ചെന്നു എന്ന്. അപ്പൊ നീ ആമേൻ ഹല്ലേലൂയ പ്രിയപ്പെടുന്നത് എന്തുവാ? ഹല്ലേലൂയ. നീ എന്തിനെയാ പ്രിയപ്പെടുന്നത്? അവൻ നിന്റെ ഹൃദയത്തിനകത്ത് നിറച്ചിരിക്കുന്നത് എന്തുവാ? ഹല്ലേലൂയ. നിന്റെ വായി സംസാരിക്കുന്നത് എന്താ? പ്രൈസ് ദി ലോർഡ്. അവൻ മടങ്ങി വരും കേട്ടോ ഫലമായിട്ട്. അതുകൊണ്ട് ഗലാത്യ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോ നാം വായിച്ചില്ലേ, നീ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും, വഞ്ചനപ്പെടാതിരിപ്പീ. ആമേൻ. വചനത്തിനകത്ത് ആമേൻ ചില കുടുംബങ്ങളെ, ചില വ്യക്തികളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. വിശുദ്ധ ബൈബിളിൽ കൃപ ലഭിച്ച ആമേൻ ഒരു മനുഷ്യനെ കുറിച്ച് ആമേൻ വളരെ വ്യക്തമായി കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ. നോഹ എന്ന പേര്. നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത്. ഹല്ലേലൂയ. ആമേൻ. പ്രസംഗിക്കുവാൻ, ആമേൻ, പെട്ടകം പണിയുവാൻ ആമേൻ കൃപ ലഭിച്ചത്. ആമേൻ. ഇന്ന് രാത്രി പ്രസംഗിക്കുന്നവരോട് ഞാൻ പറയാം, ഹല്ലേലൂയ, ആമേൻ, പെട്ടകം പണിയുന്നവരോട് ഞാൻ പറയാം എന്ന് വെച്ചാ ആമേൻ രക്ഷപ്പെടാൻ ആഗ്രഹമുള്ളവരെ രക്ഷിപ്പാൻ ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായി ദൈവം കൊടുത്ത അളവിലും ആമേൻ അതേ കണക്കും പ്രകാരവും ആമേൻ കൽപ്പന പ്രകാരവും വള്ളി പുള്ളി ആമേൻ തെറ്റാതെ കണ്ട് ആമേൻ പണിയുവാൻ മിടുക്കനായ നോഹ, ഓ കൃപ ലഭിച്ചവൻ. ഹല്ലേലൂയ. ആമേൻ. ആ കൃപ ലഭിച്ച നോഹയെ കുറിച്ച് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആമേൻ ഇന്ന് രാത്രി വചന അടിസ്ഥാനത്തിൽ ഒന്ന് ചിന്തിക്കാം. ഹല്ലേലൂയ. ആമേൻ. നോഹ കനാനെ ശപിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. പാമ്പിനെ ശപിച്ചത് ആമേൻ സൃഷ്ടാവാം ദൈവമാണ്. ആമേൻ. ഭൂമിയെ ശപിച്ചത് ആമേൻ സൃഷ്ടാവാം ദൈവമാണ്. ആര് നിമിത്തം? ആമേൻ. ഭൂമി ശപിക്കപ്പെട്ടത് ആമേൻ മനുഷ്യ മുഖാന്തരം. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ കാരണമില്ലാതെ ആമേൻ ശാപം ആമേൻ പറ്റുകയില്ല. കാരണമില്ലാതെ ശാപം കടന്നു വരത്തില്ല. ആമേൻ. അപ്പോൾ ഭൂമി ശപിക്കപ്പെടുവാൻ കാരണം മനുഷ്യനാണ്. ഹല്ലേലൂയ. ആമേൻ. പാമ്പ് ശപിക്കപ്പെടുവാൻ കാരണം ആമേൻ സ്വയം അല്ലേ? ഹല്ലേലൂയ. സത്യേ ആമേൻ. കൃപ ലഭിച്ച നോഹ കനാനെ ശപിക്കുന്നു. ആമേൻ. ഉൽപ്പത്തി പുസ്തകം ആമേൻ 9-ാം അധ്യായം അതിന്റെ 25-ാം വാക്യം ഒന്ന് വായിക്കാം. അപ്പോൾ അവൻ കനാൻ ശപിക്കപ്പെട്ടവൻ, അവൻ തന്റെ സഹോദരന്മാർക്ക് അധമദാസനായി തീർന്നു. അധമദാസനായിരിക്കും. ഹല്ലേലൂയ. കൃപയുള്ളവൻ ദൈവത്തിന്റെ കണക്കും പ്രകാരം രക്ഷയുടെ പെട്ടകത്തെ പണിയുന്നവൻ. ഹല്ലേലൂയ. ആമേൻ. ആ ചരിത്ര പശ്ചാത്തലം ആമേൻ ആമേൻ നമുക്കൊന്ന് നോക്കാം. ആമേൻ. പ്രളയത്തിന് ശേഷം പുതിയ ലോകത്തിന്റെ തുടക്കമാണ്. ഹല്ലേലൂയ. നോഹ ഒരു മുന്തിരിത്തോട്ടം നട്ടു. ആമേൻ. ഹല്ലേലൂയ. അവൻ മദ്യപിച്ചു കൂടാരത്തിൽ നഗ്നനായി കിടന്നു. അല്ലേ? അപ്പൊ തെങ്ങിൻ തോപ്പൊക്കെ നമുക്ക് ഉണ്ടല്ലോ. ഹല്ലേലൂയ. തെങ്ങിന്ന് നല്ല കള്ളൊക്കെ കിട്ടും. അല്ലേ? ആമേൻ. അപ്പൊ ഒരാളെ വിളിച്ച് അങ്ങ് തെങ്ങ് ചെത്തിയിട്ട് നല്ല മധുരക്കള്ളോ നല്ല അന്തിക്കള്ളോ ഒക്കെ കുടിച്ച് ആമേൻ നമുക്ക് എന്ത് ചെയ്യാം? നോഹയെ പോലെ. കാരണം കൃപ ലഭിച്ച നോഹ ആമേൻ. ഹല്ലേലൂയ. പെട്ടകം പണിത നോഹ ആമേൻ. ആ പ്രളയത്തിനകത്ത് നിന്ന് രക്ഷപ്പെട്ട നോഹ നോക്കിക്കേ. ആമേൻ. അതെ, നോഹ ഒരു മുന്തിരിത്തോട്ടം നട്ടു.
ആമേൻ. അവൻ മദ്യപിച്ചു, കൂടാരത്തിൽ നഗ്നനായി കിടന്നു. ആമേൻ. ഈ സന്ധിയെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും ആമേൻ, അതെ ആമേൻ, നഗരി ആമേൻ പിടിച്ച് ആമേൻ ഒരു വല്ലാത്ത അവസ്ഥയിലൊക്കെ കിടക്കുന്ന ഒത്തിരി ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ടല്ലേ. ഹല്ലേലൂയ. അപ്പോ നമ്മുടെ ആമേൻ സ്റ്റാർ മോഡൽ ആരാ? നോഗ അപ്പച്ചനാ. ഹല്ലേലൂയ. ആമേൻ. നോഗ പ്രസംഗിയായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ കണക്കും പ്രകാരം പെട്ടകം പണിതവനാണെന്ന്. ഹല്ലേലൂയ. ആമേൻ. അവൻ രക്ഷപ്പെട്ടവനാണെന്ന്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അവന് തോട്ടമുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദര സഹോദരി, കൂടപ്പറപ്പേ, മാതാവേ, എല്ലാം നല്ലതാ. ഹല്ലേലൂയ. രക്ഷപ്പെട്ട നോഹ മുന്തിരിത്തോട്ടം നട്ടു. ആമേൻ. ഇന്ന് തോട്ടത്തിനുടമകളായവരൊക്കെ ആമേൻ ആമേൻ പലതിലും അകപ്പെട്ട് കിടക്കുകയാണ്. നോക്കിക്കേ, ആമേൻ, മുന്തിരിത്തോട്ടം നട്ട കൃപയുള്ള രക്ഷപ്പെട്ട നോഹ മദ്യപിച്ചു. ആമേൻ. ഹല്ലേലൂയ. കൂടാരത്തിൽ നഗ്നനായി കിടന്നു. അതിന്റെ 22-ാം വാക്യം ഹല്ലേലൂയ. കനാന്റെ പിതാവായ ഹാം പിതാവിന്റെ നഗ്നത കണ്ട് വെളിയിൽ ചെന്ന് തന്റെ 2 സഹോദരന്മാരെയും അറിയിച്ചു. ഹാം തന്റെ പിതാവിന്റെ നഗ്നത കണ്ട് പുറത്ത് പറഞ്ഞു പോയി. കണ്ടതാരാ? ഹാം തന്റെ പിതാവിന്റെ നഗ്നത കണ്ട് പുറത്ത് എന്ത് ചെയ്തു? പറഞ്ഞു പോയി. ഹല്ലേലൂയ. ആമേൻ. 23-ാം വാക്യം. ശേമും യാഫേത്തും ഒരു വസ്ത്രമെടുത്തു. ശേമും യാഫേത്തും ഒരു വസ്ത്രമെടുത്ത് ഇരുവരുടെയും തോളിലിട്ട് വിമുക്തരായി ചെന്ന് പിതാവിന്റെ നഗ്നത മറച്ചു. നോക്കിക്കേ, ശേമും യാഫേത്തും ആമേൻ പിന്നോട്ട് നടന്ന പിതാവിനെ ആ നഗ്നത എന്ത് ചെയ്യാ? മറയ്ക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ പ്രശ്നം കാണൽ മാത്രമല്ല, ആമേൻ, പ്രശ്നം എന്താ? അപമാനമാണ്. ഹല്ലേലൂയ. ആമേൻ. ആ ഗൗരവം നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. ഹാം പരിഹസിച്ചു. ആമേൻ. ശേമും യാഫേത്തും മാനിച്ചു. ഹല്ലേലൂയ. ആരെ മാനിച്ചു? ഹല്ലേലൂയ. അപ്പനെ മാനിച്ചത്. ഹല്ലേലൂയ. ആമേൻ. വചനം പറയുന്നത്, എന്നെ മാനിക്കുന്നവനെ ഞാനും എന്ത് ചെയ്യും? മാനിക്കും. അപ്പൊ ഹാം പരിഹസിച്ചു. ആമേൻ. ശേമും യാഫേത്തും മാനിച്ചു. ഹല്ലേലൂയ. എന്തുകൊണ്ട്? കനാൻ ശാപം നേരിട്ടത്. ഹല്ലേലൂയ. ആമേൻ. ശാപം നേരിട്ട് ഹാമാനിൽ വരാതെ കനാനിലാണ് വന്നത്, അല്ലേ? വരേണ്ടതാരിലാണ്? ഹല്ലേലൂയ. ഹാമിലല്ലേ? പക്ഷെ വന്നത് കനാനിലാണ്, അല്ലേ? ഈ കാര്യങ്ങളെ കുറിച്ച് നാം ആമേൻ ഗൗരവമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇത് പല തത്വചിന്തകൾക്കിടയാക്കുന്ന ഒരു വിഷയമാണ്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി നാം ശ്രദ്ധിക്കേണ്ടത്, ആമേൻ, ഇത് വ്യക്തിപരമായ കോപത്തിന്റെ പ്രകടനം മാത്രമല്ല, ആമേൻ, ഇത് ഭാവിയിലെ ഒരു ആമേൻ പ്രവചന പ്രഖ്യാപനം കൂടിയാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. കനാനിന്റെ സന്തതി പിന്നീട് ദൈവ വിരുദ്ധ ആമേൻ സംസ്കാരമായി മാറി. ഹല്ലേലൂയ. ആമേൻ. അതേ കുടുംബ ക്രമത്തിന്റെ ആത്മീയ തത്വം, ആമേൻ, ഇവിടെ ഒരു ആത്മീയ സിദ്ധാന്തം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ. അധികാരത്തെ മാനിക്കാത്ത സംസ്കാരം, അല്ലേ? സ്തോത്രം. അധികാരത്തെ മാനിക്കാത്ത സംസ്കാരം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവക്രമത്തെ അവഗണിക്കുന്ന മനോഭാവം. ഹല്ലേലൂയ. ഇത് തലമുറകളെ എന്ത് ചെയ്യാം? ബാധിക്കാം. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 12-ാം വാക്യം ഒന്ന് വായിച്ചാൽ. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 12-ാമത്തെ വാക്യം. നിന്റെ ദൈവമായ യഹോവ
നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. കൊല ചെയ്യരുത്. അപ്പോ ആമേൻ, ദൈവം കൽപ്പന കൊടുത്തപ്പോ ആ കൽപ്പനയ്ക്കകത്ത് എഴുതിയ ഒരു പ്രമാണമാണ് നിന്റെ പിതാവിനെയും മാതാവിനെയും എന്ത് ചെയ്യണം? മാനിക്കുക. ഹല്ലേലൂയ. അപ്പൊ ശേമും യാഫത്തും അപ്പനെ എന്ത് ചെയ്തു? മാനിച്ചു. ഹല്ലേലൂയ. ആമേൻ. നിന്റെ പിതാവിനെയും മാതാവിനെയും എന്ത് ചെയ്യണം? മാനിക്കണം എന്നൊരു കൽപ്പന, ആമേൻ, ഒരു പ്രമാണം ദൈവം ആമേൻ തന്റെ ജനത്തിന് എന്ത് ചെയ്യാണ്? കൊടുക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ മാന്യത ആമേൻ അനുഗ്രഹത്തിലേക്കുള്ള ഒരു വഴിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്ര പേർക്ക് കാര്യം മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്? ആമേൻ. ശേമും യാഫത്തും അനുഗ്രഹിക്കപ്പെടുവാനുള്ള ഒരു കാരണം, ഹല്ലേലൂയ, അപ്പനെ അവരെന്ത് ചെയ്തു? മാനിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. അപ്പന്റെ നഗ്നത ആരും അറിയാതിരിക്കുവാൻ, അപ്പന്റെ നഗ്നതയെ മറയ്ക്കുവാൻ അവർ ഇരുവരും എന്ത് ചെയ്തു? തയ്യാറായി. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, അപമാനം തകർച്ചയിലേക്കുള്ള വഴി. കനാൻ ആമേൻ ഹല്ലേലൂയ ശപിക്കപ്പെടുവാൻ കാരണം എന്താണെന്നറിയോ? സ്തോത്രം. അപമാനം. അപ്പന്റെ നഗ്നത കണ്ടിട്ട് പുറത്തുപോയി പറഞ്ഞ് അപ്പനെ അപമാനിക്കുവാൻ ഹല്ലേലൂയ ആമേൻ തയ്യാറായതുകൊണ്ട് അത് തകർച്ചയിലേക്കുള്ള വഴി. പിന്നീട് എന്ത് സംഭവിച്ചു? ലേവ്യ പുസ്തകം ആമേൻ 18-ാം അധ്യായം 24-25 വാക്യം ഒന്ന് വായിക്കാം. വേഗത്തിൽ വായിച്ചാട്ടെ. ഹല്ലേലൂയ. ലേവ്യ പുസ്തകം 18-ാം അധ്യായം 24-25 വാക്യം. ഇവയിലൊന്നും കൊണ്ട് നിങ്ങളെ തന്നെ അശുദ്ധരാക്കരുത്. ഇവയിലൊന്നും കൊണ്ട് നിങ്ങളെ തന്നെ എന്ത് ചെയ്യരുത്? അശുദ്ധമാക്കരുത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്നും നീക്കിക്കളയുന്ന ജാതികൾ ഇവയാലൊക്കെയും തങ്ങളെ തന്നെ അശുദ്ധരാക്കിയിരിക്കുന്നു. ദേശം അശുദ്ധമായി തീർന്നു. അതുകൊണ്ട് ഞാൻ അതിന്റെ അകൃത്യം അതിന്മേൽ സന്ദർശിക്കുന്നു. ദേശം തന്റെ നിവാസികൾ ഛർദ്ദിച്ചു കളയുന്നു. ഈ മ്ലേച്ഛതകളൊക്കെയും നിങ്ങൾക്ക് മുമ്പേ ആ ദേശത്തുണ്ടായിരുന്നു. മനുഷ്യർ ചെയ്തു ദേശം അശുദ്ധമായി തീർന്നു. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ കനാന്യരുടെ അകൃത്യം ആമേൻ ദേശത്തെ എന്ത് ചെയ്തു? അശുദ്ധമാക്കി. ആമേൻ. വിഗ്രഹാരാധന, ആമേൻ, അശുദ്ധ ലൈംഗികത, ആമേൻ, ദൈവവിരുദ്ധ ആചാരങ്ങൾ, ആമേൻ, ദേശം ആമേൻ അവരെ എന്ത് ചെയ്തു? ശാസിച്ചു എന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ. അപ്പോ ആമേൻ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു, അതായത് ശാപം ഒരു മായാവാക്കല്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ശാപം തുടർച്ചയായ ദൈവവിരുദ്ധ ജീവിതത്തിന്റെ ഫലമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിൽ നിന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആത്മീയ പാഠം ആമേൻ എന്തെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, ആമേൻ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ആമേൻ ഒരു സംഭവം മാത്രമല്ല, ആമേൻ, വിധി നിർണയിക്കുന്നത് തുടർച്ചയായ വഴിയാണ്, തുടർച്ചയായ ദിശയാണ്. ഹല്ലേലൂയ. തലമുറയുടെ ഭാവി നിർണയിക്കുന്നത് കനാൻ ഒരു വാക്കുകൊണ്ട് മാത്രമല്ല തകർന്നത്. ആമേൻ. ദൈവ വിരുദ്ധ സംസ്കാരം, ആമേൻ, അത് ആമേൻ മുഖാന്തരമാണ് ഹല്ലേലൂയ അവൻ തകരുവാൻ തക്കവണ്ണം ഇടയായത്. ആമേൻ. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം ഒന്ന് വായിക്കാം. ഹല്ലേലൂയ. വേഗത്തിൽ വായിക്കാം. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 7-ാം വാക്യം. അവർ കാറ്റ് വിതച്ചു, ചുഴലിക്കാറ്റ് കൊയ്യും, അതിനെ തണ്ടില്ല,
ഫലമില്ല. മതി. ഹല്ലേലൂയ. കാറ്റ് വിതച്ചവർ എന്ത് ചെയ്തു? ചുഴലിക്കാറ്റ് കൊയ്തു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ഈ ലൈവിൽ പങ്കാളികളായിരിക്കുന്നവരോട് ഹല്ലേലൂയ, ആമേൻ, അതേ പരിശുദ്ധാത്മാവ് ചോദിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ സ്വയം ഒന്ന് ചോദിക്കണം, എൻ്റെ വീട്ടിൽ മാന്യമായിട്ടാണോ ഞാൻ സംസാരിക്കുന്നത്? സ്തോത്രം. എൻ്റെ അപ്പനെ കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ, എൻ്റെ അമ്മയെ കുറിച്ച് സംസാരിക്കുമ്പോൾ, ആമേൻ, എൻ്റെ ജീവിത പങ്കാളിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ, ആമേൻ, ഞാൻ എൻ്റെ ആമേൻ സഹോദരങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ, ഹല്ലേലൂയ, കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാകാമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പന്റെ നഗ്നത വെളിപ്പെടുത്തിയ മകനെ പോലെ, ഹല്ലേലൂയ, അതോ മറച്ച ആമേൻ സഹോദരങ്ങളെ പോലെ. ഒന്ന് സ്വയം ഒന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ വീട്ടിൽ മാന്യമായിട്ടാണോ ഞാൻ വളരുന്നത്? ദൈവഭയം തലമുറകളിലേക്ക് പോകുന്നുണ്ടോ? ശാപഭയം വേണ്ട. ഹല്ലേലൂയ. ദൈവക്രമത്തെ അവഗണിക്കരുത്. മാന്യമായി സംസാരിക്കൂ, മാന്യമായി ജീവിക്കൂ, മാന്യമായത് വിതയ്ക്കൂ. ഫലം അനുഗ്രഹം കൊയ്യുവാനിടയാണ്. ഹല്ലേലൂയ. ദൈവ ഭയത്തിൽ ആമേൻ തലമുറകളെ വളർത്തൂ, തലമുറകൾ രക്ഷപ്പെടും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുത്ത് മക്കളെ വളർത്തുന്ന മാതാപിതാക്കളോട് അതേ ആത്മാവ് പറയുന്നു, മക്കളെ ദൈവ ഭയത്തിൽ വളർത്തൂ, തലമുറ രക്ഷപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മോശയുടെ കാലശേഷം ജനത്തെ മുമ്പോട്ട് നയിപ്പാനായി ആമേൻ നൂന്റെ മകനായി യോശുവയെ സെലക്ട് ചെയ്തു. അല്ലേ? സ്തോത്രം. ആത്മീയ ലീഡർഷിപ്പ് അടുത്തൊരു വ്യക്തിയിലേക്ക് കൈമാറ്റപ്പെടുകയാണ്. ഹല്ലേലൂയ. ആമേൻ. യോശുവ എന്ന് പറയുന്ന മനുഷ്യൻ ആമേൻ ശാപ വാക്കുകൾ ആമേൻ ഉപയോഗിച്ചു കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 26-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഹല്ലേലൂയ. അക്കാലത്ത് യോശുവ ശപഥം ചെയ്തു, ഈ യെരിഹോ പട്ടണത്തെ പണിയുവാൻ തുനിയുന്ന മനുഷ്യൻ യഹോവയുടെ മുമ്പാകെ ശപിക്കപ്പെട്ടവൻ. അവന് കൃപ ലഭിച്ച നോഹ മുന്തിരിത്തോട്ടം ഉണ്ടാക്കി, ആമേൻ, വീഞ്ഞു കുടിച്ച് മദ്യ ലഹരിയില് സുബോധം നഷ്ടപ്പെട്ട് ആമേൻ ലജ്ജാകരമായി കിടന്നപ്പോ മക്കളെ വന്ന് കണ്ട് അത് വെളിയിൽ പോയി പറഞ്ഞു. ആമേൻ. അത് മുഖാന്തരം ആമേൻ തലമുറയെ നോഹ എന്ത് ചെയ്യാണ്? ഇവിടെ ആമേൻ മോശയ്ക്ക് ശേഷം ഇസ്രായേൽ ജനത്തെ നയിപ്പാൻ നിയോഗിക്കപ്പെട്ട പുരോഹിതൻ അല്ലെ, അഭിഷേകൻ തന്റെ അതരം കൊണ്ട് പറയുകയാണ്, യഹോവയുടെ സന്നിധി ആമേൻ മനുഷ്യൻ എഴുന്നേറ്റ് യെരിഹോ പട്ടണം പണിയുന്നവൻ ആരായാലും അവൻ ശപിക്കപ്പെട്ടവൻ. അതിന്റെ അടിസ്ഥാനം ഇടുമ്പോൾ അവൻ അതിന്റെ അടിസ്ഥാനം ഇടുമ്പോൾ അവന്റെ മൂത്ത മകൻ നഷ്ടമാകും. ശ്രദ്ധിച്ചേ, എത്ര കഠിനമായ ഒരു വാക്കാണ്. ആമേൻ. ഒരു പദമാണ്, ഒരു ശാപമാണ്. ആമേൻ. ആത്മീയ നേതൃത്വത്തിന്റെ മുൻനിരയിൽ നിൽക്കുന്ന ആമേൻ അഭിഷേകന്റെ അതരത്തിലൂടെ വെളിവന്നത്
ഹല്ലേലൂയ. ആമേൻ. അതിന്റെ അടിസ്ഥാനം ഇടുമ്പോൾ അവന്റെ മൂത്ത മകൻ എന്ത് ചെയ്യും? നഷ്ടമാകും. മരിക്കൂന്ന്. നഷ്ടമാകും എന്ന് പറഞ്ഞാൽ മരിക്കൂന്ന്. അതിന്റെ കതക് തൊടുമ്പോൾ ഇളയ മകനും നഷ്ടമാകും. അതിന്റെ വാതിൽ സ്ഥാപിക്കുമ്പോൾ അവന്റെ ഇളയ മകനും മരിക്കുമെന്ന്. ആമേൻ. ചില വീട്ടിനകത്ത് ശാപം മരണം പോലെ ആമേൻ വന്നോണ്ടിരിക്കുക. ഇന്ന് രാത്രി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലര് ആശങ്കയില്ല. അയ്യോ, ശാപമാണോ? എന്റെ തലമുറയൊക്കെ ഇങ്ങനെ വേഗത്തിൽ തകർന്നു പോകാൻ കാരണം ശാപമാണോ? ഇവിടെ ഇതാ ഒരു അഭിഷക്തന്റെ ആദരത്തിലൂടെ ആമേൻ പറഞ്ഞ വാക്ക്. ആമേൻ. ആര് യെരിഹോ പട്ടണം പണിയുമോ, ആമേൻ, ആര് പട്ടണം പണിയുവാൻ തയ്യാറാകുമോ, ആമേൻ, അവന്റെ മൂത്ത മകൻ എന്ത് ചെയ്യും? മരിക്കും. ഹല്ലേലൂയ. അതിന് വാതിൽ പിടിപ്പിക്കുമ്പോൾ രണ്ടാമത്തെ മകൻ അല്ലെങ്കിൽ ഇളയ മകനും മരിക്കും. ഹല്ലേലൂയ. ആമേൻ. സഭ ശ്രദ്ധിക്കൂ. ഇതൊരു വികാര പ്രകടനമല്ല. ഇത് യുദ്ധ വിജയത്തിന്റെ ആവേശ വാക്കും അല്ല. പ്രൈസ് ദി ലോർഡ്. ഇത് ദൈവസന്നിധിയിൽ ഉച്ചരിച്ച പ്രഖ്യാപനമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ആ പശ്ചാത്തലം. ഹല്ലേലൂയ. അതെ, യെരിഹോയുടെ തകർച്ച. ആമേൻ. യെരിഹോ സാധാരണ ഒരു നഗരം അല്ല. ആമേൻ. ഇത് ആമേൻ കനാനിലെ ശക്തമായ ഒരു കോട്ട, മതിൽ. ആമേൻ. ഹല്ലേലൂയ. നോക്കണേ, ദൈവം പറഞ്ഞ രീതിയിൽ ആമേൻ ശംഖനാദവും ആമേൻ അനുസരണവും വഴി ആമേൻ ഭിത്തികൾ ഇടിഞ്ഞു വീണു. ഹല്ലേലൂയ. അതിനുശേഷം യോശുവ പറഞ്ഞത്, ഹല്ലേലൂയ, ഈ പട്ടണം ദൈവ വിധിയുടെ അടയാളമാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ജനം ആമേൻ കാഹളം ആമേൻ ഊതുവാൻ അവർക്ക് ആമേൻ കൽപ്പന കൊടുത്തു. 7 പ്രാവശ്യം ആമേൻ നിങ്ങൾ വലയം ചെയ്യണം. 7ാം പ്രാവശ്യം നിങ്ങൾ കാഹളം ഊതണം. ഹല്ലേലൂയ. അങ്ങനെ കോട്ടകൾ ഇടിഞ്ഞു. ആമേൻ. അതിനുശേഷമാണ് യോശുവ പറഞ്ഞത്, ഈ പട്ടണം ദൈവ വിധിയുടെ അടയാളമാണ്. അതിനെ വീണ്ടും ഉയർത്തുവാൻ ശ്രമിക്കുന്നത് ആമേൻ ദൈവ വിധിയെ നിരസിക്കുന്നതാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോ അഭിഷക്തന്റെ അധരത്തിലൂടെ വെളിയിൽ വന്ന വാക്ക് ആമേൻ എന്തുകൊണ്ടായിരുന്നു? ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹിതപ്രകാരം, ദൈവത്തിന്റെ ആജ്ഞപ്രകാരം ആമേൻ ആ പട്ടണത്തെ വലയം വെച്ച് കാഹളമൂതിയപ്പോ ആമേൻ തന്റെ ജനത്തിന് അവകാശപ്പെട്ട പട്ടണത്തെ പിടിച്ചെടുക്കുവാൻ കഴിയാത്ത നിലയിൽ ശത്രു ഉയർത്തിയ മതിലിനെ സ്വർഗം ഇടപെട്ട് തകർത്തത്. ആമേൻ. ആ തകർത്തതിനെ പണിയാൻ ആര് ശ്രമിക്കുന്നുവോ അവരുടെ മേല ശാപം വരുന്നത്. ഇന്ന് രാത്രി ആമേൻ ദൈവജനത്തിന്റെ മേലല്ല, ആമേൻ നിനക്കെതിരെ നിൽക്കുന്ന ശത്രു പാളയത്തിനകത്ത് വിള്ളൽ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ. ആമേൻ. യോശുവയുടെ നേതൃത്വത്തിൽ ആമേൻ ആമേൻ ആ പട്ടണം പിടിച്ചെടുക്കുവാൻ ചെല്ലുമ്പോ ആമേൻ ഉയർന്നു നിൽക്കുന്ന മതിൽ അമരുവാൻ ദൈവവിധി പ്രകാരം അവർ ചുവടുകൾ വെച്ച് ദൈവപ്രവൃത്തി വെളിപ്പെട്ടപ്പോഴാണ് ആമേൻ അതെ ദൈവം ആമേൻ വിധിയുടെ അടയാളമാണ് ഈ പട്ടണം. അതിനെ വീണ്ടും പണിയുവാൻ ശ്രമിക്കുന്നത്, അതിനെ വീണ്ടും ഉയർത്തുവാൻ ശ്രമിക്കുന്നത് ദൈവവിധിയെ ആമേൻ അതെ നിരസിക്കുന്നതാകുന്നു. ഹല്ലേലൂയ. ഇവിടെ ആ വചനത്തിന്റെ നിറവേറൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 34-ാം വാക്യം വായിച്ചാൽ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 34-ാം വാക്യം. അവന്റെ കാലത്ത് ബേതേലിനായ യെരിഹോ പണിതു. യഹോവ നൂതന്മാനായ യോശുവ മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം അതിന്റെ അടിസ്ഥാനമിട്ടപ്പോൾ അവന് അബിറാം എന്ന മൂത്ത മകനും അവന്റെ മൂത്ത മകനും അതിന്റെ പടിവാതിൽ വെച്ചപ്പോൾ ഇട്ടപ്പോൾ ശഗൂബ എന്ന ഇളയ മകനും നഷ്ടം വന്നു. നോക്കിക്കേ. ആമേൻ. ബേതേലിനായ യെരിഹോ പണിതു. ആമേൻ. അടിസ്ഥാനം ഇടുമ്പോൾ അവന്റെ മൂത്ത മകൻ അബീരാം മരിച്ചു.
മരിച്ചു. വാതിലുകൾ സമീപിക്കുമ്പോൾ, ഹല്ലേലൂയ, വാതിലുകൾ സ്ഥാപിക്കുമ്പോൾ, ആമേൻ, ഇളയ മകൻ, ആമേൻ, സെഗൂബും മരിച്ചു. ഹല്ലേലൂയ. യഹോവ യോശുവ മുഖാന്തരം പറഞ്ഞ വചനപ്രകാരം, ഹല്ലേലൂയ, ഇത് വർഷങ്ങൾക്ക് ശേഷമാണ് സംഭവിക്കുന്നത്. ഹല്ലേലൂയ. പക്ഷെ വചനം തെറ്റിയില്ല. ആമേൻ. സഭയെ, ദൈവവചനം താമസിച്ചാലും, ആമേൻ, അത് തള്ളപ്പെടുകയില്ല, അത് നിറവേറുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഈ ശാപം, ആമേൻ, ഹല്ലേലൂയ, ദൈവജനത്തിന്റെ ഇടയിലല്ലായിരുന്നു കേട്ടോ. ഹല്ലേലൂയ. ദൈവജനത്തിന് വിരോധമായി നിന്നവരുടെ മേല, ആമേൻ, ദൈവം തകർത്ത, ആമേൻ, മതിൽ പണിയുവാൻ നോക്കിയവരുടെ മേല. ഹല്ലേലൂയ. ആമേൻ. അത് യോശുവയുടെ വാക്കായിരുന്നില്ല. ആമേൻ. യഹോവയാം ദൈവത്തിന്റെ വാക്കായിരുന്നു. ആമേൻ. അവിടെ വളരെ വ്യക്തമായി പറയുന്നു, യഹോവ യോശുവ മുഖാന്തരം പറഞ്ഞ വചനപ്രകാരം. ഹല്ലേലൂയ. ആമേൻ. തെറ്റിദ്ധാരണയുടെ ലോകമാണ്. വചനം കോട്ടിക്കളയുന്ന കാലമാണ്. ആമേൻ. വചനം, ആമേൻ, അതേ കൊണ്ട് വഞ്ചിക്കുന്ന കാലമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വഞ്ചനപ്പെടാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. യഹോവ യോശുവ മുഖാന്തരം പറഞ്ഞ വചനപ്രകാരം ഇത് വർഷങ്ങൾക്ക് ശേഷമാണ് സംഭവിക്കുന്നത്. പക്ഷെ വചനം തെറ്റിയില്ല. സഭയെ, ദൈവവചനം താമസിച്ചാലും, ഹല്ലേലൂയ, ആമേൻ, അതേ തള്ളപ്പെടുകയില്ല. വചനത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ വൈകിയാലും അത് സംഭവിക്കാതിരിക്കുകയില്ല. ഹല്ലേലൂയ. ഈ, ആമേൻ, ചിന്തയ്ക്കകത്ത് നിന്ന് ഇന്ന് രാത്രി, ആമേൻ, ശ്രോതാക്കളായിരിക്കുന്ന ഓൺലൈനിൽ, ആമേൻ, വരും ദിനങ്ങളിൽ ഈ സന്ദേശം കേൾക്കുന്ന ഏവരോടുമായി ഒരു ആത്മീയ പാഠം, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് നൽകി തരുവാണ്. ഇത് വ്യക്തിപരമായ പ്രതികാരമല്ല, ഇത് ഒരു ഗൗരവമായ മുന്നറിയിപ്പാണ്. ദൈവം വിധിച്ച കാര്യത്തെ ലഘൂകരിക്കരുത്. ദൈവം പറഞ്ഞ കാര്യങ്ങളെ ലഘൂകരിക്കരുത്. ദൈവത്തിന്റെ വചനത്തെ ചെറുതായി കാണരുത്. ഹല്ലേലൂയ. ദൈവം അടച്ച വാതിൽ ബലമായി തുറക്കരുത്. ഹല്ലേലൂയ. യെരിഹോ, ആമേൻ, ദൈവവിധിയുടെ അടയാളമായിരുന്നു. ആമേൻ. അതിനെ വീണ്ടും പണിയുക ദൈവ നിർണയം വെല്ലുവിളിക്കുന്നതിന് തുല്യമായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി, ആമേൻ, എത്ര പേർ ഈ വചനത്തിന് മുമ്പാകെ തങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ തയ്യാറാകും. ദൈവം എന്റെ ജീവിതത്തിൽ തകർത്ത കാര്യം ഞാൻ വീണ്ടും പണിയുന്നുണ്ടോ? ആമേൻ. ദൈവം അവസാനിപ്പിച്ചത് ഞാൻ വീണ്ടും, ആമേൻ, പുനഃസ്ഥാപിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് രാത്രി, ആമേൻ, സഹോദര സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞേ, അഭിഷക്തനെ, കൂടപ്പറപ്പേ, ദൈവം എന്റെ ജീവിതത്തിൽ തകർത്ത കാര്യം ഞാൻ വീണ്ടും പണിയുന്നുണ്ടോ? ആമേൻ. ദൈവം വിട്ടുപോകുവാൻ പറഞ്ഞ ബന്ധം ഞാൻ പിടിച്ചു നിൽക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് രാത്രി സ്വയം ഒന്ന് പരിശോധിക്കുവാൻ തയ്യാറാകുക. ആമേൻ. ദൈവം അവസാനിപ്പിച്ച അധ്യായം ഞാൻ വീണ്ടും തുറക്കുന്നവനാണോ? ദൈവം അവസാനിപ്പിച്ച അധ്യായം ഞാൻ വീണ്ടും തുറക്കുന്നവളാണോ? ഹല്ലേലൂയ. ദൈവം അവസാനിപ്പിച്ചത്, ആമേൻ, ആരംഭിക്കുവാൻ നോക്കിയ, ആമേൻ, കുടുംബത്തിനകത്ത് മരണം 1, 2. ഇന്ന് രാത്രി മരണം ആരുടെ ജീവിതത്തിലാണ് കടന്നു വരുന്നത്? ശാപമായിട്ട്. ആമേൻ. അതെ, ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിലല്ല. ഹല്ലേലൂയ. ആമേൻ. സഭാപ്രസംഗി 3:1. ആമേൻ. എല്ലാറ്റിനും സമയമുണ്ട്. ഹല്ലേലൂയ. ദൈവം അവസാനിപ്പിച്ച കാര്യത്തെ ആദരിക്കുക. ഹല്ലേലൂയ. അവൻ അടച്ചത് തുറക്കാൻ ശ്രമിക്കരുത്. സഭയെ, ദൈവവചനം, ആമേൻ, വൃഥാ എടുക്കരുത്. ദൈവവചനം കളിയല്ല കേട്ടോ. ദൈവ പ്രഖ്യാപനം വെറും വാക്കല്ല കേട്ടോ. അവൻ പറഞ്ഞത് അനുഗ്രഹമാണെങ്കിൽ അത് നിലനിൽക്കും. വിധിയാണെങ്കിൽ അത് ഗൗരവമുള്ളതാണ്. ഇന്ന് നാം പ്രഖ്യാപിക്കണം. ആമേൻ. ദൈവം പറഞ്ഞത് ഞാൻ ആദരിക്കും. ദൈവം പറയുന്നത് ഞാൻ കേൾക്കും. ദൈവം പറയുന്നത് ഞാൻ ശ്രദ്ധിക്കും. ദൈവം പറയുന്നത് ഞാൻ അംഗീകരിക്കും. ദൈവം പറയുന്നത് ഞാൻ അനുസരിക്കും. അവൻ അടച്ചത് ഞാൻ തുറക്കില്ല. അവൻ തകർത്തത് ഞാൻ വീണ്ടും പണിയില്ല.
മനസ്സിലാക്കുന്ന സഭയായി നാം പണിയപ്പെടണം. ദൈവവചനത്തെ അംഗീകരിക്കുന്ന വ്യക്തിത്വങ്ങളായി നാം മാറണം. വീണ്ടും നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നത് ആമേൻ കൃപയും സത്യവും നിറഞ്ഞവനുമായി വചന ജഡമായി നമ്മുടെ ഇടയിൽ പാർത്ത നമ്മുടെ കർത്താവായ യേശു ആമേൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരു വൃക്ഷത്തെ ആമേൻ അതേ നോക്കി അതിൽ ഫലം കാണായികയാൽ ആ വൃക്ഷത്തെ ശപിക്കുന്നു. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 12-14 വാക്യം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഓ നന്ദി കർത്താവേ. താങ്ക് യു ലോർഡ് ജീസസ്. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 12, 13, 14 വാക്യം. നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്ന തിരുവെഴുത്ത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ഈ ഉപമ തങ്ങളെക്കുറിച്ചാകുന്നു എന്ന് പറഞ്ഞ് ഈ ഉപമ തങ്ങളെക്കുറിച്ച് ആകുന്നു പറഞ്ഞത് എന്ന് ഗ്രഹിച്ച് അവർ അവനെ പിടിപ്പാൻ അന്വേഷിച്ചു. എന്നാൽ പുരുഷാരത്തെ ഭയപ്പെട്ട് അവനെ വിട്ടുപോയി. മർക്കോസ് 11-ന്റെ 12, 13, 14 വാക്യം. പിറ്റേന്നാൾ അവൻ ബഥാനെ പോരുമ്പോൾ അവന് വിശന്നു. അവൻ ഇലയുള്ളൊരു അത്തിവൃക്ഷം ദൂരത്ത് നിന്ന് കണ്ടു. അതിൽ വല്ലതും കണ്ടുകിട്ടുമോ എന്ന് വെച്ച് ചെന്നു. അതിനരികെ എത്തിയപ്പോൾ ഇല അല്ലാതെ ഒന്നും കണ്ടില്ല. അത് അത്തിപ്പഴത്തിന്റെ കാലം അല്ലായിരുന്നു. അവൻ അതിനോട് ഇനി നിങ്ങൾ നിന്നും എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് ശിഷ്യന്മാർ കേട്ടു. അവർ യെരൂശലേമിൽ എത്തിയപ്പോൾ അവൻ ദേവാലയത്തിൽ കടന്നു. ദേവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും. അപ്പൊ യേശു അത്തിവൃക്ഷത്തോട് പറഞ്ഞു, ഇനി ഒരിക്കലും നിന്റെ ഫലം ആരും തിന്നരുത്. ഹല്ലേലൂയ. ശിഷ്യന്മാർ അത് കേട്ടു. ഇന്ന് രാത്രി ഈ ലൈവിലായിരിക്കുന്ന സഭ ശ്രദ്ധിച്ചേ, ഇവിടെ ഒരു അത്ഭുതം സംഭവിക്കുന്നില്ല. ആമേൻ. ഇവിടെ ഒരു മുന്നറിയിപ്പ് സംഭവിക്കുന്നു. ഹല്ലേലൂയ. എന്താണ് ആ സംഭവത്തിന്റെ പശ്ചാത്തലം? വചനം പറയുന്നു, ഇലകൾ ഉണ്ടായിരുന്നു. ആമേൻ. ഫലമില്ലായിരുന്നു. ആമേൻ. ഇലകൾ എന്തിന്റെ അടയാളമാ അറിയാമോ? ഹല്ലേലൂയ. ആമേൻ. വൃക്ഷത്തിന്റെ പുറമെയുള്ള ഭംഗിയാണ് ഇല. അല്ലേ? ഇലയില്ലാത്തൊരു വൃക്ഷത്തെ ആമേൻ നോക്കിയാൽ എങ്ങനെ ഇരിക്കും? ഒരു ഭംഗി ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. അപ്പൊ ആ വൃക്ഷത്തിന്റെ ഭംഗി എന്ന് പറയുന്നത് ആ വൃക്ഷത്തിന്റെ ഇലകളാണ്. ആമേൻ. നമ്മുടെ വീട്ടിലെ ചെടികളുണ്ട്. ആമേൻ. ചെടികളിൽ ആമേൻ പൂക്കൾ ഉണ്ടാകും. പൂക്കളില്ലാത്ത ഇലകൾ മാത്രമുള്ള, എന്റെ വീട്ടിൽ ഒത്തിരി ഉണ്ട് ഇലകളുള്ള ചെടികൾ. ഹല്ലേലൂയ. പല കളറിലും പല ഷേപ്പിലും പല രൂപത്തിലുമുള്ള ഇലകളുള്ള ചെടികൾ. ആമേൻ. അതിന്റെ അട്രാക്ഷൻ അതാണ്. അപ്പോ ഫലം ഇല്ലായിരുന്നു, ഇലകൾ ആമേൻ ഉണ്ടായിരുന്നു. ആമേൻ. പുറമേയുള്ള ഭംഗി. ആമേൻ. ആമേൻ. ഫലം. ആമേൻ. എന്തിന്റെ അടയാളമാ? അകത്തെ ആമേൻ യാഥാർത്ഥ്യം. ആമേൻ. ഇത് സാധാരണ ഒരു കൃഷി സംബന്ധമായ സംഭവം മാത്രമല്ല, ഇതൊരു ആത്മീയ പ്രതീകം കൂടെയാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ട് യേശു ഇങ്ങനെ ചെയ്തു? ആമേൻ. യേശു വിശപ്പ് കൊണ്ട് കോപിച്ചു എന്നല്ല. ആമേൻ. ഇതൊരു പ്രവചന അടയാളമായിരുന്നു. ഹല്ലേലൂയ. അതിന്റെ അടുത്ത ദിവസം ആമേൻ. മർക്കോസ് സുവിശേഷം 11-ാം അധ്യായം 20-ാം വാക്യം വായിച്ചേ വേഗത്തിൽ. ഹല്ലേലൂയ. രാവിലെ അവർ കടന്നു വരുമ്പോൾ അത്തിവൃക്ഷം വേരോട് ഉണങ്ങി
ഉണങ്ങിപ്പോയത് കണ്ടു. അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയത് കണ്ടു. അപ്പോൾ പത്രോസിന് ഓർമ്മ വന്നു. റബി, നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ. റബി, നീ ശപിച്ച അത്തിവൃക്ഷം ഉണങ്ങിപ്പോയല്ലോ എന്ന് അവനോട് പറഞ്ഞു. ഉണങ്ങിപ്പോയല്ലോ എന്ന് പറഞ്ഞു. വേരോടെ എന്ത് ചെയ്തു? ഉണങ്ങി. ആമേൻ. ഇത് ഇസ്രായേലിന്റെ മതപരമായ അവസ്ഥയെ സൂചിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദേവാലയം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. ആരാധന ബലി ഉണ്ടായിരുന്നു, ആരാധന ഉണ്ടായിരുന്നു. പക്ഷെ നീതിയില്ല, ദൈവ ഭയമില്ല. പുറത്ത് ഇലകൾ, അകത്ത് ഫലമില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇതെന്താ സൂചിപ്പിക്കുന്നതെന്നറിയാമോ? കപട ഭക്തിയുടെ മുന്നറിയിപ്പാണ്. ഹല്ലേലൂയ. ആമേൻ. മത്തായി സുവിശേഷം 23-ാം അധ്യായം 27-ാം വാക്യം ഒന്ന് വായിക്കാം. ഹല്ലേലൂയ. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം. വെള്ള തേച്ച ശവക്കല്ലറകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു. പുറമെ അഴകായി ശോഭിക്കുന്നെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു. കണ്ടോ? നിങ്ങൾ വെള്ളപൂശിയ കല്ലറകൾ പോലെ, പുറത്ത് ഭംഗി, അകത്ത് ശൂന്യം. ആമേൻ. അകത്ത് ശൂന്യം അല്ലേ? അത്തിവൃക്ഷം നമ്മോട് ചോദിക്കുന്നു, ആമേൻ, എന്റെ ജീവിതത്തിൽ ഫലമുണ്ടോ? ഹല്ലേലൂയ. അല്ലെങ്കിൽ വെറും ആമേൻ ക്രിസ്തീയ ആ രൂപം മാത്രമാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവസഭയുടെ അംഗമാ. ഇന്ന് രാത്രി ആമേൻ ജീവിതത്തിൽ ഫലമുണ്ടോ? ഹല്ലേലൂയ. വെറും ക്രിസ്തീയ രൂപം മാത്രമാണോ? ഫലം എന്താണ്? ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 5:22 വായിച്ചു. ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 5:22. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. അപ്പൊ ആത്മാവിന്റെ ഫലം 1 സ്നേഹം, 2 സന്തോഷം, 3 സമാധാനം, 4 ദീർഘക്ഷമ. സ്തോത്രം. അപ്പൊ ഫലം എന്താണ്? സ്വഭാവ മാറ്റം. സ്തോത്രം. ഹല്ലേലൂയ. ഫലം എന്താണ്? ആത്മീയ ആമേൻ പരിഭാഗം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആത്മീയ സത്യം. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ പരിശുദ്ധാത്മാവ് ചില ജീവിതങ്ങളോട് ഇടപെടുകയാണ്. ആമേൻ. ഫലമുണ്ടോ? ഫലമില്ലയോ? ഹല്ലേലൂയ. ആമേൻ. ഫലമില്ലാത്ത ജീവിതമാണെങ്കിൽ വിശ്വാസം ഉണങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 17-ാം വാക്യം ആമേൻ പരിശുദ്ധാത്മാവ് ദൈവസഭയ്ക്ക് നൽകിയത് ഇങ്ങനെയാണ്. വായിച്ചാട്ടെ. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 17-ാം വാക്യം. അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതായാൽ സ്വയമേ നിർജീവമാകും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം മരിച്ചിരിക്കുന്നു എന്നാണ്. ഹല്ലേലൂയ. സഭയെ ആമേൻ ദൈവം ഇലകൾ നോക്കുന്നില്ല, ദൈവം ഫലം നോക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ സ്വയം ഒന്ന് ചോദിക്കുക, എന്റെ ആരാധനയിൽ ഫലമുണ്ടോ? എന്റെ ജീവിതത്തിൽ ആമേൻ ആത്മാവിന്റെ അടയാളമുണ്ടോ? ഹല്ലേലൂയ. ഞാൻ കാണിക്കുന്നതാണോ? അല്ലെങ്കിൽ ഞാൻ യാഥാർത്ഥ്യത്തിൽ മാറിയിട്ടുണ്ടോ? യഥാർത്ഥമായി എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. യേശു അത്തി വൃക്ഷത്തെ ശപിച്ചത് കോപത്തിലല്ല, ആമേൻ, ഒരു മുന്നറിയിപ്പായി. അവൻ ഇന്നും വിളിക്കുന്നു, ആമേൻ, ഫലം കായ്ക്കും. എത്ര പേർ ഇന്ന് രാത്രി തീരുമാനമെടുക്കും? അവൻ ഇന്നും വിളിക്കുന്നു,
ആമേൻ ഫലം കായ്ക്കുന്ന അനുഭവത്തിൽ ജീവിക്കുവാൻ. ഹല്ലേലൂയ. ഞാൻ ഇലകൾ മാത്രമുള്ള വിശ്വാസിയല്ല, ഞാൻ ഫലം കായ്ക്കുന്ന ശിഷ്യനായി. ഹല്ലേലൂയ. എന്റെ ജീവിതം ആത്മാവിന്റെ ഫലം വെളിപ്പെടുത്തുന്ന ഒരു അനുഭവത്തിലേക്ക്, ആമേൻ, ആഴമായ സമർപ്പണത്തിലേക്ക് ഇന്ന് രാത്രി, ആമേൻ, എത്ര പേർ ആമേൻ പറയും? ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 28-ാം അധ്യായം. ഹല്ലേലൂയ. നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ആമേൻ കാര്യങ്ങളുണ്ട്. ആമേൻ, അതേ അനുഗ്രഹവും ശാപവും. സഭ ശ്രദ്ധിച്ച് പഞ്ചഗ്രന്ഥങ്ങൾ എഴുതുവാൻ ദൈവം ഉപയോഗിച്ച അനുഗ്രഹിതനായ അഭിഷേകൻ മോശയുടെ അവസാന പ്രസംഗങ്ങളിൽ ഒന്നാണ്. വാഗ്ദത്ത ദേശത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ദൈവം തന്റെ ജനത്തോട് ഒരു ഉടമ്പടി പുതുക്കുന്നു. ഇവിടെ വ്യക്തമായ നിയമം പ്രഖ്യാപിക്കപ്പെടുന്നു. പുറപ്പെട്ടപ്പോൾ കൊടുത്ത ആ നിയമങ്ങളെ വീണ്ടും അവസാന കാലത്തിൽ അതേ ഉറപ്പിക്കുകയാണ്, ആവർത്തിക്കുകയാണ്. ആമേൻ. ഇന്ന് രാത്രി ഈ വചനം ചിലരുടെ ജീവിതത്തിൽ ഒരാവർത്തിയായി, ഹല്ലേലൂയ, സമയമടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഇതാ വാതിൽ അടയുവാൻ പോകുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചിലരോടുള്ള ബന്ധത്തിൽ ആമേൻ ചില ഉടമ്പടികളെ ദൈവം പുതുക്കുകയാണ്. ഇവിടെ വാഗ്ദത്ത ദേശത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ദൈവം തന്റെ ജനത്തോട് ഒരു ഉടമ്പടി പുതുക്കുന്നു. ഇവിടെ ഒരു വ്യക്തമായ ദൈവ നിയമം പ്രഖ്യാപിക്കപ്പെടുന്നു. അനുസരണം അനുഗ്രഹം കൊണ്ടുവരും, അനുസരണക്കേട് ശാപം കൊണ്ടുവരും. ഹല്ലേലൂയ. ഇത് ആമേൻ വികാരാധിഷ്ഠിത പ്രതികരണമല്ല, ഇത് ഉടമ്പടിയുടെ വ്യവസ്ഥയാണ്. ഹല്ലേലൂയ. അനുഗ്രഹത്തിന്റെ വാഗ്ദാനം, അല്ലേ? ആമേൻ. ആമേൻ. ആ നിയമാവർത്തനം, ആമേൻ, ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിന്റെ 1-2 വാക്യം വായിച്ചാട്ടെ. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട്, നിന്റെ ദൈവമായ യഹോവയുടെ ആമേൻ ശബ്ദം ആമേൻ ശ്രദ്ധിച്ചനുസരിച്ചാൽ ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകൾ പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലും സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. നോക്കിക്കേ, ആമേൻ. നിന്റെ ദൈവമായ യഹോവയുടെ ശബ്ദം ശ്രദ്ധിച്ചനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് വരും. ആമേൻ. ഹല്ലേലൂയ. തുടർന്ന് പറയുന്ന ഓരോ വാക്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ്, നിങ്ങൾ വായിക്കണം. ഹല്ലേലൂയ. നഗരത്തിൽ ആമേൻ അനുഗ്രഹം, അല്ലെ? പട്ടണത്തിൽ അനുഗ്രഹം, വയലിൽ അനുഗ്രഹം, ഗർഭഫലത്തിൽ അനുഗ്രഹം, പ്രവൃത്തിയിൽ അനുഗ്രഹം. ആമേൻ. അപ്പോ അനുസരണം, ആമേൻ, ഹല്ലേലൂയ, ദൈവ ആമേൻ സന്നിധിയിലുള്ള ആ ബന്ധത്തെയാണ് കാണിക്കുന്നത്. ഹല്ലേലൂയ. അദൃഢമായ ബന്ധത്തിലായിരിക്കുന്നവരുടെ ജീവിതത്തിൽ അവർ വയലിൽ അനുഗ്രഹിക്കപ്പെടും, അവർ പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടും, അവരുടെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെടും, അവരുടെ പ്രവൃത്തിയിൽ അനുഗ്രഹം കാണാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ആമേൻ അടുത്തത് നമുക്ക് കാണുവാൻ കഴിയുന്നത് അതിന്റെ 15-ാം വാക്യമാണ്. ഹല്ലേലൂയ. അതൊരു മുന്നറിയിപ്പാണ്. ആമേൻ. വായിച്ചാട്ടെ. എന്നാൽ നീ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട്, എന്നാൽ നീ നിന്റെ യഹോവയുടെ വാക്ക് കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ചു നടക്കാഞ്ഞാൽ, കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ച് നടക്കാഞ്ഞാൽ ഈ ശാപമൊക്കെ നിനക്ക് വന്നു ഭവിക്കും. ഈ ശാപം നിനക്ക് വരുമെന്ന്, വന്നു ഭവിക്കുമെന്ന്. നോക്കിക്കേ, ആവർത്തനം 28:15. നീ യഹോവയുടെ ശബ്ദം കേൾക്കാതെ ആമേൻ അനുസരിക്കാത്ത പക്ഷം ഈ ശാപങ്ങൾ നിനക്ക് വരും. പ്രൈസ് ദി ലോർഡ്. ഏതൊക്കെ? ആമേൻ. തുടർന്നുള്ള ദാരിദ്ര്യം, രോഗം, തോൽവി തുടങ്ങിയ ഫലങ്ങൾ ആമേൻ പുറപ്പെടുന്നു. ഹല്ലേലൂയ. പ്രിയരേ, ആമേൻ. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ കഠിനമായിരിക്കുന്നു?
കാരണം ഇത് ഒരു നിയമ ഉടമ്പടിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം വിശുദ്ധനാണ്, അതുകൊണ്ട് ഉടമ്പടിയും ഗൗരവമുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഈ ആമേൻ ഉടമ്പടിക്കകത്തൂടെ ആമേൻ ഒരു ആത്മീയ സിദ്ധാന്തം ആമേൻ, അതേ പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിൽ ആമേൻ ബന്ധം നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു, അല്ലേ? സ്തോത്രം. നീ അനുസരിച്ചാൽ നീ ജീവിക്കും. ആമേൻ. നീ അനുസരിക്കാഞ്ഞാൽ നീ നഷ്ടപ്പെടും. ഹല്ലേലൂയ. ഇത് പ്രവൃത്തി അനിഷ്ഠിത അനുഗ്രഹ വ്യവസ്ഥയായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ഇന്നത്തെ ആമേൻ രാത്രിയിൽ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന ചില ജീവിതങ്ങൾ ഒന്ന് ആത്മീയ പരിശോധന ആമേൻ നടത്തേണ്ടിയിരിക്കുന്നു. സഭയെ ഇവിടെ ആമേൻ നാം പഠിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ചിന്തകൾ ആമേൻ ദൈവം ആമേൻ അനുസരണത്തോടെ ഗൗരവത്തോടെ കാണുന്നു. ഹല്ലേലൂയ. പാപം ലഘുവല്ല. ആമേൻ. ദൈവവചനം കളിയല്ല. പ്രൈസ് ദി ലോർഡ്. കാരണം ശൗമേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം പുസ്തകം ആമേൻ 15-ാം അധ്യായം അതിന്റെ 22-ാം വാക്യത്തിൽ ആമേൻ വളരെ ശക്തമായി ആമേൻ പറയുന്ന ഒരു സന്ദേശമുണ്ട്. ഹല്ലേലൂയ. വായിച്ചാട്ടെ. 1 ശൗമേൽ 15:22. ശൗമേൽ പറഞ്ഞത് യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാളുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ഹല്ലേലൂയ. അപ്പൊ ബലി അർപ്പിക്കുന്നതിനേക്കാൾ അനുസരണം ശ്രേഷ്ഠമാ. ഹല്ലേലൂയ. ആമേൻ. ദൈവം പുറമെയുള്ള ആചാരത്തെക്കാൾ ഹൃദയാനുസരണം അന്വേഷിക്കുന്നു. ഹല്ലേലൂയ. ഹൃദയത്തിന്റെ അനുസരണമാണ് ദൈവം അന്വേഷിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് ഹല്ലേലൂയ ആമേൻ പഴയ നിയമ ഉടമ്പടി നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം വിശുദ്ധനാണ്. ദൈവവചനം അത് ഗൗരവമുള്ളതാണ്. ഹല്ലേലൂയ. അനുസരണം അനുഗ്രഹത്തിലേക്കുള്ള വഴി. ആമേൻ. ഇന്ന് രാത്രി എത്ര പേർ ചോദിക്കും, ഞാൻ കേൾക്കുന്നുവോ? ഹല്ലേലൂയ. ഞാൻ അനുസരിക്കുന്നുവോ? അല്ലെങ്കിൽ ഞാൻ ഹല്ലേലൂയ വൈകിപ്പിക്കുകയാണോ? ഹല്ലേലൂയ. ആമേൻ. അതേ ദൈവവചനത്തോട് മറുതലിക്കുകയാണോ? ആമേൻ. ഞാൻ അനുസരണക്കേട് കാണിക്കുകയാണോ? ഹല്ലേലൂയ. ആമേൻ. ദൈവം ഇന്നും പറയുന്നു, എന്റെ ശബ്ദം കേൾക്കുക. ഹല്ലേലൂയ. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? ആമേൻ എന്ന വാക്കിനർത്ഥം എന്താ? അങ്ങനെ തന്നെ. പ്രിയരെ, വാക്കുകൾ ഉപസംഹരിക്കുന്നതിന് മുമ്പ് വളരെ ശ്രദ്ധയേറിയ ഒരു സമാപന സന്ദേശം കൂടെ പറയട്ടെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ, പകരം എന്തു നൽകും ഞാൻ? ഹൃദയം പൂർണ്ണമായി നൽകും. എന്താണ് ക്രൂശിൽ സംഭവിച്ചത്? ക്രൂശിന്മേൽ കാണുന്ന പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. ആ ക്രൂശിൽ സംഭവിച്ചത് ആമേൻ. സഭ ശ്രദ്ധിക്കൂ. പഴയ നിയമത്തിൽ അനുസരണം അനുഗ്രഹത്തെ കൊണ്ടുവരുന്നു. ഹല്ലേലൂയ. അനുസരണക്കേട് ശാപത്തെ കൊണ്ടുവരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചോദിക്കുന്നത്, ആമേൻ, നമ്മൾ പൂർണ്ണമായി അനുസരിച്ചോ? ഇല്ല എന്നാണെങ്കിൽ ഹല്ലേലൂയ ശാപം കടന്നു വരുമല്ലേ? എന്നാൽ അമ്മേ, സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രനായ ക്രിസ്തു ദൈവത്തോടുള്ള സമസ്ത മുറുകെ പിടിക്കാതെ മനുഷ്യനായി വേഷത്തിൽ ഹല്ലേലൂയ ദാസരൂപമെടുത്ത് മരണത്തോളം
തന്നെ താഴ്ത്തി അനുസരണമുള്ളവനായി. ഹല്ലേലൂയ. എന്നാൽ മനുഷ്യൻ അനുസരണക്കേട് കാണിച്ചു. ഹല്ലേലൂയ. അതിൻ ഫലമായി ശാപം ആമേൻ അവരിൽ വീഴുവാൻ തക്കവണ്ണമിടയായി. ഹല്ലേലൂയ. ആ മനുഷ്യനെ ആ ശാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ, ആ ശാപം ശിരസ വഹിക്കുവാൻ. ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 3:13 വായിക്കുന്നു, ക്രിസ്തു ആമേൻ നാം നിമിത്തം ശാപമായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. ആ ശാപം ക്രിസ്തുവിന്റെ മേൽ വീണു. ഹല്ലേലൂയ. ക്രിസ്തു ശാപമായി. വായിച്ചാട്ടെ. ഹല്ലേലൂയ. ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്നും നമ്മെ വിലയ്ക്ക് വാങ്ങി. ഹല്ലേലൂയ. ക്രിസ്തു നമ്മെ നിമിത്തം ശാപമായി തീർന്നു. നിയമത്തിന്റെ ശാപത്തിൽ നിന്നും നമ്മെ വീണ്ടെടുത്തു. ആമേൻ. ഇവിടെ ഒരു അത്ഭുതകരമായ കൈമാറ്റം സംഭവിച്ചു. ഹല്ലേലൂയ. നമ്മുടെ ശാപം അവന്റെ മേലായി, അവന്റെ നീതി നമ്മുടെ മേൽ. ഹല്ലേലൂയ. ക്രൂശിൽ യേശു പാപം മാത്രമല്ല വഹിച്ചത്. ഹല്ലേലൂയ. ആമേൻ. നിയമത്തിന്റെ ശിക്ഷയും വഹിച്ചു. ഹല്ലേലൂയ. ആമേൻ. ഇത് വികാരാത്മകമായ പ്രസ്താവനയല്ല, ഇത് നിയമപരമായ ഒരു പ്രഖ്യാപനമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് റോമാലേഖനം 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് ദൈവസഭയോട് പറഞ്ഞത്, അതുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഇപ്പോൾ ശിക്ഷാവിധി ഇല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ എന്നത് വളരെ പ്രധാനമാണ്. ഇന്നലെ ചെയ്ത പാപം, ഇന്നലത്തെ പോരാട്ടം, നാളത്തെ ദൗർബല്യം, ആമേൻ, ഇവയൊന്നും ആമേൻ ശിക്ഷാവിധി തിരികെ കൊണ്ടുവരികയില്ല. കാരണം വിധി ഇതിനകം ക്രൂശിൽ നടന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ കോപം, അതെ, ദൈവത്തിന്റെ നീതി, ദൈവത്തിന്റെ വിധി എല്ലാം ക്രൂശിൽ പൂർത്തിയായി. ഹല്ലേലൂയ. ആമേൻ. ശാപത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് മനുഷ്യനെ നയിപ്പാൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രൻ മുഖാന്തരം ആമേൻ ദൈവസഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ എഫേസ്യ ലേഖനം ആമേൻ 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. വായിച്ചാട്ടെ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. ക്രിസ്തുവിൽ ആമേൻ എല്ലാ ആത്മീയ അനുഗ്രഹത്താലും അനുഗ്രഹിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇത് ഭാവികാലമല്ല. ആമേൻ. അനുഗ്രഹിക്കും എന്ന് പറഞ്ഞില്ല, അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതായത് അനുഗ്രഹം തേടേണ്ട അവസ്ഥയിൽ അല്ല, ആമേൻ, അനുഗ്രഹത്തിൽ നിൽക്കുന്ന അവസ്ഥയിലാണ് നാം. ആമേൻ. നിയമശാപത്തിന്റെ കീഴിലല്ല, നാം കൃപയുടെ കീഴിലാണ്. ഹല്ലേലൂയ. ആത്മീയ ആ സത്യത്തിന്റെ വ്യക്തത. സഭയെ, വിശ്വാസി ഇപ്പോഴും ശാപഭീതിയിൽ ജീവിക്കേണ്ടതില്ല. എനിക്ക് ശാപമുണ്ടോ? ആമേൻ. ഹല്ലേലൂയ. കുടുംബ ശാപം തുടരുമോ? ആമേൻ. പഴയ നിയമ ശാപം ഇപ്പോഴും ബാധിക്കുമോ? ക്രൂശ് ഇതിനുത്തരം പറയുന്നു. ഇല്ല. ക്രിസ്തുവിൽ ഉള്ളവൻ നിയമത്തിന്റെ ശാപത്തിൽ അല്ലേ? അല്ല. ഹല്ലേലൂയ. ക്രൂശ് ആമേൻ ഒരു ദുഃഖകരമായ ആമേൻ സംഭവം മാത്രമല്ല, അത് ആമേൻ ഒരു ദൈവിക നിയമപരമായ മാറ്റം. ശാപത്തിന്റെ പുസ്തകം അടഞ്ഞു, കൃപയുടെ കാലം തുറന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നീ ക്രിസ്തുവിലാണെങ്കിൽ ആമേൻ നീ ശാപത്തിലല്ല, നീ ശിക്ഷയിലല്ല, ആമേൻ നീ അനുഗ്രഹത്തിലാണ്. ആമേൻ. അതിനാൽ ഭയത്തിൽ ജീവിക്കരുത്, വിശ്വാസത്തിൽ ജീവിക്കുക. ആമേൻ. ക്രൂശ് പറഞ്ഞ അവസാന വാക്ക് it is finished. സകലം പൂർത്തിയായി. ആമേൻ. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാനും ചോദിച്ചതാണ്.
എന്നാൽ ഇന്നും എന്തുകൊണ്ട് പ്രശ്നങ്ങൾ ആമേൻ ഒന്നിനു പുറകെ ഓരോന്നായി ആമേൻ ജീവിതത്തിൽ കടന്നു വരുന്നു. അകാലത്തിലുള്ള മരണങ്ങൾ ഒന്നിനു പുറകെ ഓരോന്നായി വേർപെട്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഗലാത്യലേഖനം 6-ാം അധ്യായം 7-ാം വാക്യത്തിൽ ആമേൻ നാം വായിച്ചത് ഇങ്ങനെയാണ്: വഞ്ചിക്കപ്പെടരുത്, ദൈവത്തെ പരിഹസിക്കരുത്, മനുഷ്യൻ വിതച്ചത് തന്നെ കൊയ്യും. ഹല്ലേലൂയ. സഭ ശ്രദ്ധിക്കൂ. ക്രൂശിൽ ശാപം അവസാനിച്ചു, ശിക്ഷാവധി നീങ്ങി. എന്നാൽ ആമേൻ ഒരു ആത്മീയ നിയമം ഇപ്പോഴും പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ വിത്ത് അല്ലേ വിളവ്, ഇതിനൊരു നിയമമുണ്ട്. ഹല്ലേലൂയ. ആമേൻ ഇത് ശാപമല്ല, ഇത് ഉത്തരവാദിത്വത്തിന്റെ നിയമമാണ്. ഹല്ലേലൂയ. ആമേൻ ശാപവും ആമേൻ ഹല്ലേലൂയ ഈ വിത്തും വിളവും തമ്മിലുള്ള വ്യത്യാസം. ആമേൻ. ശാപം എന്നത് ദൈവത്തിന്റെ വിധി. ആമേൻ. വിത്ത് വിളവ് എന്നത് ദൈവം സൃഷ്ടിച്ച ഒരു ക്രമം. ആമേൻ. ഒരു ഉദാഹരണം, ആമേൻ, ഒരു കർഷകൻ ആമേൻ നെല്ല് വിതച്ചാൽ നെല്ല് തന്നെ ലഭിക്കും. ഹല്ലേലൂയ. കുരുമുളക് വിതച്ചാൽ മാങ്ങ ആമേൻ ലഭിക്കാറില്ല. കിട്ടുമോ? അതുപോലെ ആത്മീയമായി പാപം വിതച്ചാൽ വേദനയുടെ ആമേൻ ഫലം. ആമേൻ. ഹല്ലേലൂയ. സ്വാർത്ഥത വിതച്ചാൽ ബന്ധഭംഗം. കള്ളം വിതച്ചാൽ വിശ്വാസ നഷ്ടം. ആമേൻ. ഇത് ദൈവത്തിന്റെ കോപമല്ല, ഇത് ആത്മീയ നിയമത്തിന്റെ പ്രവർത്തനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പാപത്തിന്റെ സ്വാഭാവിക ഫലത്തെ കുറിച്ച് ദൈവസഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ ഗലാത്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. വായിച്ചാട്ടെ. ഹല്ലേലൂയ. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്നും നാശം കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ എന്ന് വെച്ചാൽ ആമേൻ മാംസം അല്ലേ? മാംസത്തിനായി ആമേൻ വിതയ്ക്കുന്നവൻ മാംസത്തിൽ നിന്ന് നാശം കൊയ്യും. ഹല്ലേലൂയ. പിടികിട്ടുന്നുണ്ടോ? ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്നും നാശം കൊയ്യും. ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ. അപ്പോ ജഡീക കാര്യങ്ങൾക്ക് വേണ്ടി ഈ ജഡപ്രകാരമുള്ള സ്നേഹമുണ്ടല്ലോ, ജഡപ്രകാരമുള്ള ബന്ധമുണ്ടല്ലോ, ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം അല്ലേ, ഈ മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള ബന്ധം ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത് ജഡത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണെങ്കിൽ ആമേൻ നീ നാശം കൊയ്യുന്നു. സ്തോത്രം. വഞ്ചനപ്പെടരുത്. നീ വിതയ്ക്കുന്നതാ കൊയ്യുന്നത്. നീ ജഡത്തിൽ വിതച്ചാൽ എന്ന് വെച്ചാൽ ആമേൻ നിന്റെ ജഡീക അഭിലാഷത്തിന് വേണ്ടി ആമേൻ നീ ഒരു വ്യക്തിയെ സഹായിക്കുമ്പോൾ, നീ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോൾ ആ വ്യക്തിയിൽ നിന്നുള്ള ഒരു ജഡ സുഖം, ജഡ അഭിലാഷം, ആമേൻ, അത് ഭാര്യയാകട്ടെ, ഭാര്യയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോ ഭാര്യയുടെ ജഡത്തിൽ നിന്നുള്ളൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടാ ചെയ്യുന്നതെങ്കിൽ ആ ജഡത്തിൽ നിന്ന് നീ നാശം ചെയ്യും. ഹല്ലേലൂയ. സ്തോത്രം. നീ ആത്മാവിൽ വിതയ്ക്കുന്നുവെങ്കിൽ ആത്മാവിൽ നിന്നും നിത്യജീവനെ കൊയ്യും എന്ന് വെച്ചാൽ സ്തോത്രം. ഇവിടെ ദൈവം ആമേൻ ഒരു മുന്നറിയിപ്പ് നൽകുന്നു. ഹല്ലേലൂയ. എന്താ? മാംസത്തിനായി വിതയ്ക്കുന്നവൻ മാംസത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിനായി വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്യും. ഇവിടെ ദൈവം മുന്നറിയിപ്പ് നൽകുന്നു. എന്താ മുന്നറിയിപ്പ്? മാംസം വഴി ആമേൻ നാശം, ആമേൻ, ഫലം. നീ ജഡത്തിന് വേണ്ടി ചിന്തിച്ച്, നീ ജഡത്തിന് വേണ്ടി ജീവിച്ച്, നീ ജഡസുഖത്തിന് വേണ്ടി ആമേൻ സമയം നഷ്ടപ്പെടുത്തിയാൽ ഹല്ലേലൂയ നിന്റെ നിത്യത നഷ്ടപ്പെടും. ആമേൻ. ഹല്ലേലൂയ. അപ്പം മാംസം വഴി നാശം, ഫലം. ആത്മാവിന്റെ വഴി ജീവഫലം. സ്തോത്രം. ആമേൻ. നിനക്ക് നിത്യത ലഭിക്കും. ആമേൻ. ഹല്ലേലൂയ. അതിനൊരു ഉദാഹരണം ആമേൻ
കോപം വളർത്തിയ സമാധാനം നഷ്ടപ്പെടും. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന ചില ജീവിതങ്ങളുടെ സമാധാനം നഷ്ടപ്പെടാൻ കാരണം എന്തെന്നറിയോ? നിന്റെ ജഡത്തിലെ കോപം ഉണ്ടല്ലോ. നിന്റെ ഭർത്താവിനോട് നീ കോപിക്കാറുണ്ടോ? നിന്റെ ഭാര്യയോട് നീ കോപിക്കാറുണ്ടോ? ആമേൻ. നിന്റെ മക്കളോട് നീ കോപിക്കാറുണ്ടോ? നിന്റെ അപ്പനോട് നീ കോപിക്കാറുണ്ടോ? നിന്റെ അമ്മയോട് നീ കോപിക്കാറുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. കോപം വളർത്തിയാൽ സമാധാനം നഷ്ടമാകും. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അനീതിയായ സാമ്പത്തിക പ്രവർത്തനം, ആമേൻ, സാമ്പത്തിക തകർച്ച, ആമേൻ, കാരണമാകും. ഹല്ലേലൂയ. ഈ സമ്പത്തുണ്ടാക്കാൻ നിനക്ക് ആരോഗ്യവും അവസരവും നൽകുന്ന ദൈവമാണ്. പക്ഷെ ആ ദൈവം പറയുകയാണ്, നീ ആമേൻ സമ്പത്ത് വിതച്ചത് എങ്ങനെയാണ്? ഈ സമ്പത്ത് നിന്റെ കയ്യിൽ ലഭിച്ചപ്പോ ആമേൻ നീ അത് എന്തിനു വേണ്ടി ചെലവഴിച്ചു? അനീതിയായ സാമ്പത്തിക പ്രവർത്തനം, ആമേൻ, സാമ്പത്തിക തകർച്ച, ആമേൻ, കൊണ്ടുവരും. ഇത് ശാപമല്ലെന്ന്, ഇത് ഫലമാണ്. നീ എന്തു വിതച്ചോ അതാ നിനക്ക് ഫലമായി കൊയ്തെടുക്കാൻ കഴിയുന്നതാ. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് ആമേൻ ഈ ക്ഷമയും ഫലവും ഇത് വളരെ പ്രധാനമാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവം പാപം ക്ഷമിക്കും. ഹല്ലേലൂയ. എന്നാൽ ചിലപ്പോൾ ഫലങ്ങൾ തുടരാം. ആമേൻ. ഉദാഹരണം, മദ്യപിച്ച വാഹനം ഓടിച്ച അപകടം സംഭവിക്കും. പിന്നീട് ക്ഷമ ചോദിച്ചാലും ആമേൻ പരിക്ക് സംഭവിച്ചാൽ അത് സുഖപ്പെടാൻ സമയം വേണം. അപ്പൊ ക്ഷമ ആമേൻ ആമേൻ ബന്ധം പുനഃസ്ഥാപിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. പക്ഷെ വിതച്ചത് ചിലപ്പോൾ ആമേൻ വിളവായി വരും. ആമേൻ. ഇതെല്ലാം ശാപമാണെന്ന് പറഞ്ഞ് കുത്തിയിരുന്ന് ശാപം മുറിക്കാനുള്ള സമയം ആമേൻ കളഞ്ഞ് ആമേൻ നിത്യത നഷ്ടപ്പെടുത്തരുത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രത്യാശയുണ്ടോ? അതെ, നാം പുതിയ വിത്തുകൾ വിതയ്ക്കാം. ഹോശേയ പ്രവാചകന്റെ പുസ്തകം ആമേൻ 10-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നീതിയിൽ വിതപ്പീൻ, നീതിയിൽ വിതപ്പീൻ, ദയക്കൊത്തവണ്ണം കൊയ്യുവീൻ, ദയക്കൊത്തവണ്ണം കൊയ്യുവീൻ, നിങ്ങളുടെ തരിശു നിലം ഒഴുവീൻ. യഹോവ വന്ന് നിങ്ങളുടെ മേൽ നീതി വർഷിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാനുള്ള കാലം ആകുന്നുവല്ലോ. അവനെ അന്വേഷിക്കുവാനുള്ള കാലം ആകുന്നുവല്ലോ. ഹല്ലേലൂയ. അപ്പൊ നീതിയെ വിതയ്ക്കുവീൻ, ദയയെ കൊയ്യുവീൻ. ഹല്ലേലൂയ. ഇന്നു മുതൽ ആമേൻ വിശ്വാസം വിതയ്ക്കുക. ആമേൻ. സത്യ സന്തത വിതയ്ക്കുക. പ്രാർത്ഥന വിതയ്ക്കുക. സ്നേഹം വിതയ്ക്കുക. ആമേൻ. നാളെ അതിന്റെ ഫലം കാണുവാനിടയാണ്. ഹല്ലേലൂയ. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുവാൻ ആഗ്രഹിക്കുക. സഭയെ, ക്രിസ്തുവിൽ നീ ശാപത്തിലല്ല, എന്നാൽ നീ ഉത്തരവാദിത്വത്തിൽ നിന്ന് മോചിതനായിട്ടില്ല. ദൈവം നമ്മെ ശാപത്തിൽ നിന്ന് മോചിപ്പിച്ചു. പക്ഷേ വിത്ത്, വിളവ് നിയമത്തിൽ നിന്നല്ല. ആമേൻ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, നീ എന്തു വിതയ്ക്കുന്നു? സ്വയം ഒന്ന് ചോദിക്കുന്നു, ഞാൻ എന്തു വിതയ്ക്കുന്നു? കാരണം നാളെ ഞാൻ കൊയ്യുന്നത് ഇന്നത്തെ വിത്തിന്റെ ഫലമാണ്. ആകയാൽ പാപം വിതയ്ക്കരുത്, ആത്മാവിനെ വിതയ്ക്കുക. ഹല്ലേലൂയ. അപ്പോൾ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ വിളവ് കാണുവാനിടയാണ്.
വിശ്വാസിയായിരിക്കുന്ന ആരെങ്കിലും ശപിച്ചാൽ ആ ശാപം നമ്മുടെ ജീവിതത്തിൽ ആമേൻ അതിന്റെ അലകൾ നമ്മളെ അലട്ടുമോ? നമ്മുടെ തലമുറകളെ അത് ബാധിക്കുമോ? ആമേൻ. ഇന്ന് രാത്രിയിലും ചില ജീവിതങ്ങൾ അങ്ങനെ ഭാരത്തോടായിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. സംഖ്യാപുസ്തകം 23-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം ഒന്ന് വായിക്കുക. ഹല്ലേലൂയ. ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും? യഹോവ പ്രാകാത്തവനെ ഞാൻ എങ്ങനെ പ്രാകും? ഹല്ലേലൂയ. 23-ാം വാക്യം കൊണ്ടൊന്ന് വായിച്ചു. യാക്കോബിന് പറ്റുകയില്ല, യാക്കോബിനെ തട്ടുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിന് ഫലിക്കുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിന് ഫലിക്കുകയുമില്ല. സഭ ഇവിടെ ശ്രദ്ധിക്കേണ്ട ആമേൻ ഒരു അത്ഭുതകരമായ സംഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. ബാലാക്ക് രാജാവ് ബിലെയാമിനെ വിളിച്ച് ആമേൻ എന്തിനാ? ഒരു ലക്ഷ്യം എന്തായിരുന്നു? ഇസ്രായേലിനെ ശപിക്കുക. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ദൈവം അതിനകത്ത് ഇടപെട്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവം എങ്ങനെ ഇടപെട്ടെ? ആമേൻ. ദൈവം ശപിക്കാത്തവനെ ആമേൻ ഞാൻ എങ്ങനെ ശപിക്കും? ഹല്ലേലൂയ. ദൈവം ശപിക്കാത്തവനെ ആരും ശപിക്കാതെ. ആമേൻ. സംഖ്യ പുസ്തകം 23-ന്റെ 8. ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും? ആമേൻ. ഇതൊരു പ്രവാചകന്റെ വായിലൂടെ വന്ന ദൈവ പ്രഖ്യാപനമാണ്. ആമേൻ. അതേ ബിലെയാം മനസ്സിലാക്കി, ശാപം മനുഷ്യന്റെ വാക്കിൽ നിന്ന് വരുന്നതല്ല, ശാപം ദൈവത്തിന്റെ അനുമതിയില്ലാതെ പ്രവർത്തിക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഭ ശ്രദ്ധിച്ചേ, ദൈവം അനുഗ്രഹിച്ചവനെ മനുഷ്യനെ ശപിക്കാനാവില്ലെന്ന്. ഹല്ലേലൂയ. അതാ 23-ൽ വായിച്ചതാ. ജ്യോതിഷം അല്ലെ, ലക്ഷണവിദ്യ എന്ന് പറഞ്ഞ ജ്യോതിഷം, മന്ത്രം, ആമേൻ, ശാപം. ഹല്ലേലൂയ. ഇതൊന്നും ഒരു വിശ്വാസിയെ എന്ത് ചെയ്യത്തില്ല, ഒന്നും ചെയ്യത്തില്ല. അത് അസാധുവാക്കിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. യാക്കോബിനെതിരെ എന്തില്ല? ജ്യോതിഷമില്ലെന്ന്. ആമേൻ. തന്ത്രവും മന്ത്രവും ഇല്ലെന്ന്. ഇസ്രായേലിനെതിരെ മന്ത്രവാദമില്ല. ഇത് ശക്തമായ ആമേൻ ആത്മീയ സത്യം. ഹല്ലേലൂയ. ആമേൻ. അത് പറയുന്നത് ദൈവത്തിന്റെ ജനത്തിനെതിരെ ആമേൻ തന്ത്രമോ മന്ത്രമോ പ്രവർത്തിക്കില്ല. ഹല്ലേലൂയ. ആര് ജ്യോതിഷം ചെയ്താലും അത് പരാജയപ്പെടും. ആമേൻ. ആര് കബഡി നിരത്തിയാലും അത് പരാജയപ്പെടും. ഇരുട്ടിന്റെ ശക്തികൾ പരിമിതമാണ്. കാരണം ആമേൻ അവർക്ക് മുകളിൽ ദൈവത്തിന്റെ കൈയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ഒരു ഉറപ്പ് ആമേൻ ക്രിസ്തുവിലൂടെ നാം പ്രാപിക്കണം. ആമേൻ. ഹല്ലേലൂയ. പുതിയ നിയമ വിശ്വാസികളായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. ക്രിസ്തുവിൽ നാം നീതീകരിക്കപ്പെട്ടവർ, അനുഗ്രഹിക്കപ്പെട്ടവർ, ദൈവത്തിന്റെ മക്കൾ എന്ന പദവിയിലേക്ക് ദൈവം നമ്മെ കൃപയാൽ ഉയർത്തിയിരിക്കുകയാണ്. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 33-ാം വാക്യം. ഹല്ലേലൂയ. ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? ആമേൻ. ദൈവം നീതീകരിച്ചവരെ ആർ വായിച്ചാട്ടെ. ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? ദൈവം തിരഞ്ഞെടുത്തവനെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം. നീതീകരിക്കുന്നവൻ ദൈവം. ഹല്ലേലൂയ. ശിക്ഷ വിധിക്കുന്നവനാ ക്രിസ്തുയേശു മരിച്ചവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. ആമേൻ. അപ്പോൾ ദൈവത്തിന്റെ തിരഞ്ഞെടുത്തവരെ കുറ്റം ചുമത്തുവാൻ, അല്ലെ, ദൈവം തിരഞ്ഞെടുത്തവരെ കുറ്റം ചുമത്തുവാൻ ഹല്ലേലൂയ ആർക്കും അധികാരമില്ല. ഹല്ലേലൂയ. ദൈവം നീതീകരിച്ചാൽ ആർ ശപിക്കും? ഹല്ലേലൂയ. അപ്പൊ ഇനി ആരും അതിനകത്ത് കുടുങ്ങിക്കിടക്കരുത്. ഇത് അന്ത്യകാലമാണ്.
ആമേൻ പലതും പറഞ്ഞു വരും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആമേൻ, ആ വാക്കുകൾ ആമേൻ വേദനിപ്പിക്കുമോ? ചിലരുടെ വാക്കുകൾ, ഹല്ലേലൂയ, ആമേൻ, മനുഷ്യരുടെ വാക്കുകൾ നമ്മെ മാനസികമായിട്ട് എന്ത് ചെയ്യാം? ആമേൻ, വേദനിപ്പിക്കാം. അത് നമ്മളെ ബാധിക്കാം. പക്ഷേ ആത്മീയമായി നമ്മെ ശപിക്കാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ക്രിസ്തുവിൽ നിൽക്കുന്നുവെങ്കിൽ ആമേൻ, ശാപഭീതിയിൽ ജീവിക്കരുത്. ആമേൻ, വിശ്വാസത്തോടെ മുന്നേറുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ, ഹല്ലേലൂയ, സ്വയം ഒന്ന് പരിശോധിക്കാമോ? ഹല്ലേലൂയ. ആരെങ്കിലും നിന്നെ കുറിച്ച് തെറ്റായി സംസാരിച്ചു? ആരെങ്കിലും നിന്നെ ശപിച്ചോ? ഒരു നിമിഷം ഒന്ന് ആമേൻ സ്വയം ഒന്ന് ചോദിച്ചാൽ, നിന്നെ കുറിച്ച് ആരെങ്കിലും തെറ്റായി സംസാരിച്ച ആ വാക്ക്, ആരെങ്കിലും നിന്നെ നോക്കി ശാപിച്ച ആ വാക്ക് ഓർക്കുക. ദൈവം ശപിക്കാത്തവനെ ആരും ശപിക്കാനാവില്ല. ഹല്ലേലൂയ. ജ്യോതിഷം പ്രവർത്തിക്കില്ല. ആമേൻ. ഇരുട്ട് പ്രകാശത്തെ ജയിക്കില്ല. ആമേൻ. നീ ദൈവ അനുഗ്രഹത്തിൽ നിൽക്കുന്നു, അതുകൊണ്ട് ഭയപ്പെടരുത്. വിശ്വാസത്തോടെ നിൽക്കുക. അനുഗ്രഹിക്കപ്പെട്ടവനായി ജീവിക്കുക. കാരണം ദൈവം അനുഗ്രഹിച്ചവനെ മനുഷ്യന് ശപിക്കാനാവില്ല. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ എന്നോട് ചേർന്ന് ആമേൻ ഈ സത്യം പ്രഖ്യാപിക്കുവാൻ സാധിക്കുമോ? ഹല്ലേലൂയ. ഇതൊരു ഭാവുക പ്രഖ്യാപനമല്ല. ആമേൻ, വചനാധിഷ്ഠിത പ്രഖ്യാപനമാണ്. ശാപം തിരഞ്ഞെടുക്കരുത്, അനുഗ്രഹം തിരഞ്ഞെടുക്കൂ. കാരണം 109 സങ്കീർത്തനം അതിന്റെ 17 വാക്യം. ഹല്ലേലൂയ. വേഗത്തിൽ വായിച്ചാട്ടെ. Glory to God, Jesus. Hallelujah. സങ്കീർത്തനം 109:17. ശാപം അവന് പ്രിയമായിരുന്നു, ശാപം അവന് പ്രിയമായിരുന്നു, അതവന് ഭവിച്ചു. അനുഗ്രഹം അവന് അപ്രിയമായിരുന്നു, അതവന് വിട്ടകന്നു പോയി. അവൻ വസ്ത്രം പോലെ ശാപം ധരിച്ചു, ധരിച്ചു. അത് വെള്ളം പോലെ അവന്റെ ഉള്ളിലും, എണ്ണ പോലെ അവന്റെ അസ്ഥികളിലും ചെന്നു. നോക്കിക്കേ, അവൻ ശാപം സ്നേഹിച്ചു, അത് അവന്റെ മേൽ വന്നു. അനുഗ്രഹത്തിൽ ആമേൻ പ്രസാദമില്ലായിരുന്നു. ഹല്ലേലൂയ. അത് അവനിൽ നിന്നും ആമേൻ ദൂരത്തേക്ക് പോയി. ഹല്ലേലൂയ. ഇവിടെ ആമേൻ ഒരു ആത്മീയ സത്യം പരിശുദ്ധാത്മാവ് ആമേൻ നമ്മെ പഠിപ്പിക്കുക. നീ എന്ത് സ്നേഹിക്കുന്നു? അപ്പനേക്കാൾ, അമ്മയേക്കാൾ, ഭാര്യയേക്കാൾ, മക്കളെക്കാൾ, വസ്തുവകകളെക്കാൾ നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഹല്ലേലൂയ. നീ എന്ത് സ്നേഹിക്കുന്നു? നീ എന്ത് സംസാരിക്കുന്നു? നീ എന്ത് തെരഞ്ഞെടുക്കുന്നു? ഹല്ലേലൂയ. ശാപ സ്വഭാവം സ്നേഹിച്ചാൽ ശാപം എന്ന മനോഭാവം വളരും. പക്ഷേ അനുഗ്രഹം നീ തെരഞ്ഞെടുക്കുന്നവൻ, ഹല്ലേലൂയ, ജീവനെ തെരഞ്ഞെടുക്കും. രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ജീവനെ തെരഞ്ഞെടുക്കുക. ആവർത്തന പുസ്തകം 30-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം വേഗത്തിൽ വായിക്കുക. ആവർത്തന പുസ്തകം ആമേൻ 30-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം. ഹല്ലേലൂയ. ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയും ഇന്ന് സാക്ഷി വയ്ക്കുന്നു. ആമേൻ. ഞാൻ എന്നേക്ക് നിങ്ങളെ എതിരെ ആകാശത്തെയും ഭൂമിയെയും സാക്ഷിയാക്കുന്നു. ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഞാൻ നിന്റെ മുമ്പിൽ വെച്ചു. അതിനാൽ നീ ജീവനെ തെരഞ്ഞെടുത്തുകൊള്ളുക. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ ദൈവം പറയുന്നു, ഞാൻ നിന്റെ മുന്നിൽ വെച്ചു, നീ തെരഞ്ഞെടുക്കുക.
ഇത് ദൈവത്തിന്റെ ഉത്തരവാദിത്വമല്ല. ആമേൻ. ഇത് നമ്മുടെ പ്രതികരണം. ഹല്ലേലൂയ. സഭയെ ഇന്ന് രാത്രി നാം തീരുമാനിക്കണം. ആമേൻ. ഞാൻ ശാപ ഭാഷ സംസാരിക്കില്ല. ആമേൻ. ഞാൻ എന്റെ വീട്ടിനെ കുറിച്ച് ദോഷം പറയില്ല. ഞാൻ ഭയം വിതയ്ക്കില്ല. ഞാൻ ജീവൻ സംസാരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. എന്റെ ജീവിതത്തിൽ നിയമശാപം ഇല്ല. ആമേൻ. ചേർന്ന് പറഞ്ഞാട്ട്, പ്രഖ്യാപിച്ചാട്ട്, ഹല്ലേലൂയ, ഉച്ചത്തിൽ പറഞ്ഞാട്ട്. ആമേൻ. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നു കൊണ്ട്, നിങ്ങൾ എവിടെയാ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ഏത് സാഹചര്യത്തിലും ആയിക്കോട്ടെ, ഇന്ന് രാത്രി ഈ ലൈവിൽ പങ്കാളിത്തം വഹിക്കുന്നവർ മൗനമായിരിക്കാതെ എന്നോട് ചേർന്ന് പറഞ്ഞാട്ട്, വരും ദിവസങ്ങളിൽ ഈ സന്ദേശം ശ്രവിക്കുന്നവർ അത് കേൾക്കുമ്പോൾ പറയുവാൻ തയ്യാറാകട്ടെ. ആമേൻ. എന്റെ ജീവിതത്തിൽ നിയമശാപമില്ല. ക്രൂശിന്റെ രക്തം എന്റെ മേൽ, ഞാൻ അനുഗ്രഹത്തിന്റെ അവകാശി. എന്റെ വീട്ടിൽ അനുഗ്രഹം ഒഴുകുന്നു. ഹല്ലേലൂയ. ഇത് വികാര പ്രഖ്യാപനമല്ല, ഇത് ക്രൂശിൽ ഉറച്ച സത്യമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും അടച്ചാട്ട് ആമേൻ ഞാൻ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. എല്ലാ കണ്ണുകളും അടച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ തങ്ങളെ തന്നെ സമർപ്പിച്ചാട്ട്. ഹല്ലേലൂയ. Thank you, Jesus. Hallelujah, 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 hallelujah. ശാപഭയം എന്നിൽ ഇനിയില്ല. ക്രൂശിന്റെ രക്തം മതി എനിക്കു. നിയമത്തിന്റെ ഭാരമൊക്കെ അവനെടുത്തു എന്നിൽ നിന്ന്. ഇരുണ്ട വാക്കുകൾ വീണാലും അവ പ്രവർത്തിക്കയില്ല. ദൈവം അനുഗ്രഹിച്ച ജീവനെ ആരും ശപിക്കയില്ല. ജീവനെ ഞാൻ തിരഞ്ഞെടുക്കുന്നു. അനുഗ്രഹം ഞാൻ സംസാരിക്കുന്നു. എൻ വീട്ടിൽ സമാധാനം, എൻ വായിൽ നന്ദി മാത്രം. ഭയമിനി ഭരിക്കയില്ല. വിശ്വാസം രാജാവാകും. ക്രിസ്തുവിൽ ഞാൻ ഉറച്ചു നിൽക്കും. അനുഗ്രഹത്തിൽ ഞാൻ ജീവിക്കും. Hallelujah. Praise Jesus. Hallelujah. Thank you, Lord. ശാപഭയം എന്നിൽ ഇനിയില്ല. ക്രൂശിന്റെ രക്തം മതി എനിക്കു. നിയമത്തിന്റെ ഭാരമൊക്കെ അവനെടുത്തു എന്നിൽ നിന്ന്. ഇരുണ്ട വാക്കുകൾ വീണാലും അവ പ്രവർത്തിക്കയില്ല. ദൈവം അനുഗ്രഹിച്ച ജീവനെ ആരും ശപിക്കയില്ല. ജീവനെ ഞാൻ തിരഞ്ഞെടുക്കുന്നു. അനുഗ്രഹം ഞാൻ സംസാരിക്കുന്നു. എൻ വീട്ടിൽ സമാധാനം, എൻ വായിൽ നന്ദി മാത്രം. ഭയമിനി ഭരിക്കയില്ല. വിശ്വാസം രാജാവാകും. ക്രിസ്തുവിൽ ഞാൻ ഉറച്ചു നിൽക്കും. അനുഗ്രഹത്തിൽ ഞാൻ ജീവിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി അനുഗ്രഹത്തിൽ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്നേഹവാനും പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുന്ന് കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ വാക്കുകളെ ശുദ്ധമാക്കണമേ. അനാവശ്യ ശാപവചനങ്ങൾ ഞങ്ങളുടെ വായിൽ നിന്ന് നീക്കണമേ. നന്ദിയുള്ള ഹൃദയം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ വീടുകളിൽ സമാധാനം വരട്ടെ. ഓ, ഭയബന്ധനങ്ങൾ ഇപ്പോൾ തകർന്നു പോകട്ടെ. കുടുംബങ്ങളിൽ ഐക്യം സ്ഥാപിക്കണമേ. ക്രൂശിന്റെ സത്യത്തിൽ ഞങ്ങളെ ഉറപ്പിക്കണമേ. അനുഗ്രഹം സംസാരിക്കുന്ന ജനമായി ഞങ്ങളെ മാറ്റണമേ. ഇന്ന് രാത്രി കർത്താവേ, ശാപം ആമേൻ വിട്ട് ഒഴിഞ്ഞു ജീവിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകിയിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവരെയും അങ്ങയുടെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. രോഗികളായിരിക്കുന്നവർ സൗഖ്യമാകട്ടെ. പാപികൾ മനം തിരിയട്ടെ. പിന്മാറ്റക്കാർ മടങ്ങി വരട്ടെ. സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് എല്ലാവരെയും നിറയ്ക്കണമേ.
മഹത്വമെല്ലാം അവിടുത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു കർത്താവിൻ നാമത്തിൽ താഴ്മയാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. സഭയെ ശാപം തിരഞ്ഞെടുക്കരുത്, ജീവനെ തിരഞ്ഞെടുക്കുക. അനുഗ്രഹം സംസാരിക്കുക, അനുഗ്രഹത്തിൽ ജീവിക്കുക. ആമേൻ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരൻ പ്രയർ ഫാമിലി. ഗോഡ് ബ്ലെസ് യു. സീ യു അഗൈൻ. ശാപഭയം എന്നിലിനിയില്ല, ക്രൂശിന്റെ രക്തം മതി എനിക്കു. നിയമത്തിന്റെ ഭാരമൊക്കെ അവനെടുത്തു എന്നിൽ നിന്നും. ഇരുണ്ട വാക്കുകൾ വീണാലും അവ പ്രവർത്തിക്കയില്ല. ദൈവം അനുഗ്രഹിച്ച ജീവനെ ആരും ശപിക്കയില്ല. ജീവനെ ഞാൻ തിരഞ്ഞെടുക്കുന്നു, അഗുബ്രഹം ഞാൻ സംസാരിക്കുന്നു. എൻ വീട്ടിൽ സമാധാനം, എൻ വായിൽ നന്ദി മാത്രം. ഭയമിനി ഭരിക്കയില്ല, വിശ്വാസം രാജാവാകും. ക്രിസ്തുവിൽ ഞാൻ ഉറച്ചു നിൽക്കും, അനുഗ്രഹത്തിൽ ഞാൻ ജീവിക്കും. ശാപഭയം എന്നിനിയില്ല, ക്രൂശിന്റെ രക്തം മതി എനിക്കു. നിയമത്തിന്റെ ഭാരമൊക്കെ അവനെടുത്തു എന്നിൽ നിന്നു. ഇരുണ്ട വാക്കുകൾ വീണാലും അവ പ്രവർത്തിക്കയില്ല. ദൈവം അനുഗ്രഹിച്ച ജീവനെ ആരും ശപിക്കയില്ല. ജീവനെ ഞാൻ തിരഞ്ഞെടുക്കുന്നു, അനുഗ്രഹം ഞാൻ സംസാരിക്കുന്നു. എൻ വീട്ടിൽ സമാധാനം, എൻ വായിൽ നന്ദി മാത്രം. ഭയമിനി ഭരിക്കയില്ല, വിശ്വാസം രാജാവാകും. ക്രിസ്തുവിൽ ഞാൻ ഉറച്ചു നിൽക്കും, അനുഗ്രഹത്തിൽ ഞാൻ ജീവിക്കും. ശാപഭയം എന്നിലിനിയില്ല, ക്രൂശിന്റെ രക്തം മതി എനിക്കു. നിയമത്തിന്റെ ഭാരമൊക്കെ അവനെടുത്തു എന്നിൽ നിന്ന്. ഇരുണ്ട വാക്കുകൾ വീണാലും അവ പ്രവർത്തിക്കയില്ല. ദൈവം അനുഗ്രഹിച്ച ജീവനെ ആരും ശപിക്കയില്ല. ജീവനെ ഞാൻ തിരഞ്ഞെടുക്കുന്നു, അനുഗ്രഹം ഞാൻ സംസാരിക്കുന്നു. എൻ വീട്ടിൽ സമാധാനം, എൻ വായിൽ നന്ദി മാത്രം. ഭയമിനി ഭരിക്കയില്ല, വിശ്വാസം രാജാവാകും. ക്രിസ്തുവിൽ ഞാൻ ഉറച്ചു നിൽക്കും, അനുഗ്രഹത്തിൽ ഞാൻ ജീവിക്കും. നിങ്ങൾക്ക് ഈ കൂട്ടായ്മ അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിൽ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പ്രശ്നം എന്തുമാകട്ടെ, നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ഇത് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ദൈവം അനുവദിച്ചാൽ വീണ്ടും വരും ദിനങ്ങളിൽ കൂട്ടായ്മയിൽ നമുക്ക് ഒരുമിച്ച് പങ്കാളിത്തം വഹിക്കാം. അതുവരെ ദൈവമായ കർത്താവ് എല്ലാവരെയും അവിടെ ഇവിടങ്ങളിലായി സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. സീ യു അഗൈൻ.